ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുക, ഇതെന്താ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. ഒരു പാട്ടിന് ശേഷം ക്ലൈമാക്സ് വന്ന ഒരു സിനിമ, അത് ഏറ്റവും റിസ്കി, മോസ്റ്റ് റിസ്കിയസ്റ്റ് തിങ്. എന്നോട് പറഞ്ഞു, എടാ പാട്ട് ശരിയായില്ലെങ്കിൽ ആ പാട്ട് കട്ട് ചെയ്യേണ്ടി വരും. ക്ലൈമാക്സിന് ഇത്ര മിനിറ്റ് മുമ്പ് ഒരു പാട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആണ്. മെയിൻ സ്ട്രീമിലേക്ക് ഫാമിലീസിലേക്ക് ഒക്കെ കയറും എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലാലേട്ടന്റെ ഷർട്ട് 150 രൂപയുടെ ഷർട്ട്സ് ആണെന്നാണ് ഞാൻ രാജുവേട്ടൻ പറഞ്ഞു കേട്ടത്. റീ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറിന്റെ ഉറക്കം പോയി. കാരണം നമ്മുടെ പിള്ളേരും ഒക്കെ ഇത് കാണും. ഇവര് അവസാനം വന്ന് പറയും, ഇതാണോ നിങ്ങളുടെ ചോട്ടാ മുമ്പ് എന്ന് പറയരുത്. നമ്മള് ധൃതി പിടിച്ച് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അന്നൊരു 12 ദിവസത്തിലൊക്കെയാണ് അതിന്റെ ബിഗ് സ്കോറൊക്കെ തീർത്തത്. വസ്കോഡ ഗാമ വന്ന വഴി എന്താണ്? അതിന് പിന്നിൽ ഒരു പാരഡി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വസ്കോഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ, ഡാൻസിങ് വിത്ത് എ മദാമ, വിത്തൗട്ട് എ പൈജാമ, ഈറ്റിംഗ് എ ബനാന എന്നൊക്കെ പറഞ്ഞ് പണ്ട് സ്കൂളിലൊക്കെ ഉള്ളപ്പോൾ പിള്ളേര് പാടി കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പുതിയ വാക്കുകൾ വരുന്നു. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലിറിക്സ് റൈറ്റേഴ്സ് ഒക്കെ കിടുവാണ്ട്, രക്ഷയില്ല. കാരണം വാട്ട് ദ റൈറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വേൾഡ്. സിനിമ ചെയ്യുകയും അല്ലെങ്കിൽ മ്യൂസിഷ്യനൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നിർത്തിയാലോ? ലിറ്ററലി ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു രാത്രിയുണ്ട്. രാഹുൽ രാജും അത്രയും വർഷങ്ങൾക്ക് വേണ്ടിയുള്ളത് ചെയ്ത് എല്ലൊക്കെ പറയല്ലേ മോളെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. സിനിമാ തിയേറ്ററിൽ ഇപ്പൊ പോകുമ്പോ സിനിമ കാണാൻ പോകുന്നതാണോ അതോ കൺസേർട്ടിന് പോവാണോ എന്നുള്ള സംശയമാണ് എല്ലാ ആളുകൾക്കും. കാരണം നമ്മളെ ലാലേട്ടന്റെ തലയുടെ പൂണ്ട് വിളയാട്ടാണ്. ലാലേട്ടൻ സ്ക്രീനിൽ നിന്ന് പാട്ട് പാടുമ്പോൾ പിള്ളേരെല്ലാരും സ്ക്രീനിന് പുറത്ത് നിന്ന് ചോട്ടാ മുംബൈയിലെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിപൊളി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം നമ്മുടെ മുത്ത് രാഹുൽ രാജാണ് നമ്മുടെ കൂടെ. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. കൊച്ചിക്കാരുടെ സ്വന്തം രാഹുൽ രാജ്. നേരത്തെ പറഞ്ഞ പോലെ ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്ത് ഭയങ്കര ഓളാണ്. ഒരു പടത്തിനും ഇത്ര ഹൈപ്പ് കിട്ടിയിട്ടില്ല റീ റിലീസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് തോന്നുന്നു? വാട്ട് ഡു യു ഫീൽ? ഇത്രയും വർഷം കഴിഞ്ഞ് ആ ഒരു സോങ്ങിന്റെ ഫ്രഷ്നെസ് ഒന്നും പോകുന്നില്ല. പിള്ളേരെല്ലാരും, ചേച്ചിമാര്, ചേട്ടന്മാര്, ജെൻസി പിള്ളേര്, എല്ലാ വൈബുള്ള പിള്ളേരും കിടന്ന് എൻജോയ് ചെയ്യാണ്. എന്ത് തോന്നുന്നു? ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ ഇപ്പൊ ഇതിനു മുമ്പ് റീ റിലീസസ് ഉണ്ടായി, അത് കാണേണ്ട ആളുകൾ കണ്ടു, വന്നു പോയി എന്നുള്ളതല്ലാണ്ട് ഓക്കെ, ഒരു ചോട്ടാ മുംബൈ ആയതുകൊണ്ട് അത് ആ ഒരു ജോണർ അങ്ങനെയാണ്, ആ സിനിമയുടെ ഒരു സെലിബ്രേറ്ററി ജോണർ ആണല്ലോ. അതുകൊണ്ട് ഒരു പക്ഷെ ഫാൻസ് പിള്ളേര് കുറെ ആഘോഷിക്കും, കുറച്ച് ആഘോഷിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ളൂ. ഇത് ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഫാമിലീസിലേക്ക് ഒക്കെ കയറും എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് എൻ്റെ സത്യം. അത് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുക, ഇതെന്താ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. തിയേറ്ററിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ, അതായത് ലാലേട്ടൻ വന്ന് തല മറ്റേ വാസ്കോഡ ഗാമൊക്കെ പാട്ട് പാടുമ്പോ ഈ ഓഡിയൻസ് കിടന്ന് തുള്ളുമല്ലോ. അപ്പൊ അതിലൊരു ചേട്ടൻ പറയുന്നുണ്ട്, വെക്കടാ ഇതിന് മുകളിൽ ഒരു സാധനം, എന്നടാ പണി വെച്ചിരിക്കെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ രാജിനെ കുറിച്ച് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താങ്കളെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ശരിക്കും സിനിമയിലെ സംഗീതം exists a lot, coexists with the movie. അത് തിയേറ്ററിനകത്ത് കണ്ട് ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു റിയൽ പവറിൽ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ചോട്ടാ മുംബൈ. ഒരു പക്ഷേ 2007 സിനിമ കണ്ട ആളുകളൊക്കെ ഒരു mid 30s പ്ലസ് ആളുകളായിരിക്കാം. അവരുടെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും സിനിമ, അല്ലെ 40s അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും. അപ്പൊ അവര് അതിനുശേഷം അവരുടെ മുന്നിലേക്ക് ഒത്തിരി നല്ല സിനിമകളും പാട്ടുകളും എല്ലാം വന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു പാസേജ് ഓഫ് ടൈമിൽ ഒത്തിരി ഒരു ഫീഡ്സ് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, മ്യൂസിക്കലിയും സിനിമാറ്റിക് ഒക്കെ ആയിട്ട്. അപ്പൊ അതൊരു പക്ഷേ നമ്മുടെ ബാക്ക് ഷെൽഫിലേക്ക് മാറ്റി വെക്കും. അവിടെ ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഓക്കെ, അത് മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ മെമ്മറീസ് ഫെയ്ഡായി ആ അനുഭവം ഫെയ്ഡായി പോകും. പക്ഷെ അത് പിന്നീട് അടുത്ത ആളുകൾ ചോട്ടാ മുംബൈനെ പറ്റി സംസാരിക്കുമ്പോൾ, അടുത്ത ജനറേഷനിലുള്ള പിള്ളേര് സംസാരിക്കുമ്പോൾ അവര് ഒരുപക്ഷെ യൂട്യൂബിൽ എടുത്ത് കാണും. അപ്പൊ യൂട്യൂബിൽ ഡെഫിനറ്റ്ലി അതിന്റെ മിക്സ് അല്ലെങ്കിൽ സൗണ്ട് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച സൗണ്ടിലൊന്നും അല്ലാതെ കിടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കലി ഉള്ള നമ്മൾ മനസ്സിൽ വെച്ചതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതുമായിട്ടുള്ള ഔട്ട്പുട്ടൊന്നും ഒരിക്കലും കുറെ ആളുകളെങ്കിലും അത് അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ പക്ഷെ ദാറ്റ് ഇസ് ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിട്ട് വെച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷെ അതിപ്പോ ഈ റീ റിലീസ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറിന്റെ ഉറക്കം പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം നമ്മുടെ പിള്ളേരും ഒക്കെ ഇത് കാണും,
ഇവര് അവസാനം വന്ന് പറയും ഇതാണോ നിങ്ങളുടെ ചോട്ടാ മുമ്പ് എന്ന് പറയരുത്. നമ്മള് ധൃതി പിടിച്ച് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അന്നൊരു 12 ദിവസത്തിലൊക്കെയാണ് അതിന്റെ ബിഗ് സ്കോറൊക്കെ തീർത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അന്നത്തെ സ്റ്റാൻഡേർഡ്സിൽ അത് ഭയങ്കര ടൈം എടുത്തിട്ടെന്ന് പറയാം വേണമെങ്കിൽ. കാരണം 8-10 ദിവസത്തിനുള്ളിൽ തന്നെ സിനിമകളുടെ BGMs ഒക്കെ തീർത്തിരുന്ന ഒരു കാലമാണ്. അപ്പോൾ 12 ദിവസം എടുത്ത് രാഹുലെ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. 12 ദിവസം തന്നെ കുറച്ച് കൂടുതൽ പോലെയാണ്. അപ്പൊ നമ്മൾ അത് ധൃതി പിടിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർത്തൊരു വർക്കാണ് എന്നെങ്കിൽ പോലും അതിൽ നമുക്കറിയാം ചില എൻഡുകൾ, ചില എവിടെയൊക്കെയോ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രേക്ഷകർക്ക് അറിയണമെന്നില്ല. ആസ് എ മേക്കർ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇൻസൈഡർ ആയിട്ട് നമുക്കറിയാം ഇന്ന സ്ഥലങ്ങളിൽ മെച്ചപ്പെടുത്തായിരുന്നു, അല്ലെങ്കിൽ സൗണ്ട് കുറച്ചുകൂടെ മിക്സ് പ്രോപ്പർ ആക്കാമായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അവസരം വന്നപ്പോൾ അഡ്രസ്സ് ചെയ്തു. അതൊരു വലിയൊരു ഒരു അവസരമാണ്. അതിന് നമ്മളിപ്പോ അതൊന്നിനുമല്ല, ദിസ് ഇസ് വാട്ട് വി വാണ്ടഡ്. നമ്മൾ ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇത് ആളുകളിലോട്ട് ഇങ്ങനെയാണ് അത് എത്തേണ്ടത്. അപ്പൊ ഈ ഒരു അവസരം നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് ടു ആക്ച്വലി ഷോ വാട്ട് വി ഡിഡ്. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്തു വെച്ചിരുന്നെന്ന് പറയുമ്പോൾ ശരിക്കും പറയാം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ഓൾസോ ടു ദ ഫാക്ട് ദാറ്റ് വി കുഡ് സിറ്റ് ലിറ്റിൽ ബിറ്റ് ഓൺ ഇറ്റ് അഗെയിൻ. കുറച്ചും കൂടെ ഒന്ന് ഇരുന്ന് അതിലൊന്ന് പണിയാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഇപ്പോൾ ആളുകൾ തിയേറ്ററിൽ വരുമ്പോൾ ദേ ഷുഡ് ഹാവ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സൗണ്ട് സോണിക്കലി ആണെങ്കിലും വിഷ്വലി ആണെങ്കിലും ആളുകൾക്ക് അത് കിട്ടണം. അപ്പൊ കിട്ടാൻ വേണ്ടി ഒരു പൈസ വസൂൽ എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടിയിരിക്കും അല്ലേ. അപ്പൊ അതാണ് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ്, ഒരു ഡെക്കേഡ്സ് ഉള്ള ഒരു ഷോപ്പ്, അതിനൊരു പുതിയ മാറ്റം സംഭവിച്ച് അതൊന്നും കൂടെ റീവാമ്പ് ചെയ്ത് പുതിയൊരു ആഡ് ഒക്കെ കൊടുത്ത് പുതിയ രീതിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഓൾവേസ് ഇൻവൈറ്റ് ന്യൂ ഓഡിയൻസ് ഇല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം തന്നെ. എനിക്ക് ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ചോട്ടാ മുമ്പ് ഇറങ്ങുന്ന സമയത്ത് ജനിച്ചിരുന്നു. അപ്പൊ നമുക്ക് ആ തിയേറ്ററിൽ പോയി, ഒന്നാമത് നമ്മള് കുടുംബക്കാർ അങ്ങനെ ഒരു സിനിമയായിട്ട് വലിയൊരു കണക്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പോയി കണ്ടത്. അതിനു മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? മറ്റേ സൂര്യ ടിവിയിലൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരുപാട് പിള്ളേർ ഇതിൽ കേറുന്നതെന്ന് വെച്ചാൽ ഒരു ഉത്സവം പോലെയാണ്. ഈ ക്രിസ്മസ്, ഓണം, വിഷു, ക്ലബിലേക്കൊക്കെ പോകുന്ന പോലെ പിള്ളേര് കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടും ഫാമിലീസ് വരുന്നത് ഇവരെ കാണാൻ. സാധാരണ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഫാമിലി ഓഡിയൻസിന് സാധാരണ പിള്ളേര് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അലോസരം ഉണ്ടാവാറുണ്ട് സിനിമകളിൽ. അവർക്കൊക്കെ ഒന്നും ഉണ്ടായിരുന്നു, സിനിമ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ അവർ ആക്ച്വലി ഇത് ഇപ്പൊ വരുന്നത് ടു സീ ദിസ് കിഡ്സ് ഡാൻസിങ്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. അതായത് ഒരു മകൻ അമ്മേന്റെ അടുത്ത് പറയുന്നത് നമുക്ക് രാത്രി നൈറ്റ് ഷോ കാണാൻ പോയാലോ. അപ്പൊ അമ്മ ഇങ്ങനെ ചോട്ടാ മുമ്പേ റിലീസ് കാണാൻ പോലെ. അപ്പൊ അമ്മ രാത്രി ഒന്നും എനിക്ക് പോവാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ തിയേറ്ററിൽ കിടന്ന് തുള്ളുകയാണ് ആ പാട്ട് കേട്ടിട്ട്. തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നി, മൊത്തം ഫ്ലാഷ് ലൈറ്റ്സും എന്തൊരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സിന് നന്ദി, ഈശ്വരന് നന്ദി. അത് തന്നെയാണ് എനിക്ക്. കാരണം നമ്മള് എപ്പോഴോ ചെയ്തു വെച്ചിരുന്ന ഒരു വർക്ക് ഇങ്ങനെ ഒരു റിസർജൻസ്, ഒരു കൈൻഡ് ഓഫ് ഒരു കരിയർ റീബൂട്ട് എന്ന് വേണം തന്നെ, അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു എപ്പിസോഡ് എന്നുള്ള രീതി പോലും അതിനെ കണക്കാക്കാം. അത്രയും ഒരു വൈബ് അതിന് കിട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചോളം ഇറ്റ്സ് ഓൾ അബൌട്ട് അല്ല, ഒരു മൂവി കമ്പോസറിനെ സംബന്ധിച്ചോളം ആ സിനിമയും വളരെ പ്രാധാന്യമാണ്. ആ സിനിമയിൽ അത് പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് അതിന് ഇത്ര മൂല്യം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ പറയില്ലേ നല്ലൊരു ചില ആഭരണങ്ങൾ അത് അണിയേണ്ട ആളുകൾ അണിയുമ്പോഴാണ് അതിന് ഇത് ഇത്ര ഭംഗി ഉണ്ടായിരുന്നു ഈ സാധനത്തിന് മനസ്സിലാണ് അല്ലേ. അതല്ലാണ്ട് ആ കടയിൽ അങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേണമെന്നില്ല, നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഹൗവർ ഗുഡ് മ്യൂസിക് ഈസ്, ഈവൻ ഇഫ് യു ഹാവ് ക്രിയേറ്റഡ് എ മാസ്റ്റർ പീസ്, അത് ആ കൃത്യമായിട്ടുള്ള ഒരു സിനിമയിൽ അത് പ്ലേസ് ചെയ്യപ്പെടേണ്ട സിറ്റുവേഷനിൽ അവിടെ വേർ ദ പ്രേക്ഷകൻ ഫീൽസ് ദാറ്റ് ദർ ഇസ് എ സോങ് നീഡഡ് ഹിയർ, അവിടെയാണ് ആ പാട്ട് ഓ വാവ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ കൊടുക്കുക. അതിനൊരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ചോട്ടാ മുംബൈ. അതല്ലാണ്ട് ഇപ്പൊ നമ്മളൊരു അമേസിങ് പാട്ട് ഉണ്ടാക്കിയപ്പോലും അതൊരു റോങ് പ്ലേസ്മെന്റിലോ അല്ലെങ്കിൽ ഒരു റോങ് സിനിമയിലോ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എപ്പോഴും ആ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ പാട്ട്, ആകാശമാകെ കണിമലർ, അല്ലെങ്കിൽ ആ പാട്ടുകളൊക്കെ അത് നമുക്ക് സോളമന്റെയും സോഫിയുടെയും പ്രണയത്തെ മാറ്റിവെച്ച് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അത് എറ്റേണൽ ആയത് ആ സംഗീതവും കൊണ്ടാണ്. ആ സംഗീതം എറ്റേണൽ ആയത് ആ സിനിമയുടെ ആ കഥയും ആ ബ്യൂട്ടിയും സ്ക്രിപ്റ്റും എല്ലാം കൊണ്ടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാരീഡ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞൊരു അവസ്ഥ. അപ്പൊ അതുപോലെ അങ്ങനെ തന്നെ ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് ആ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു ജനറേഷന് അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും നമുക്ക് അറിയില്ലായിരുന്നു.
ബട്ട് വി ആർ സോ ഗ്രേറ്റ്ഫുൾ. അത് ഇങ്ങനെ എടുത്തു എന്നുള്ളത് അത്ഭുതമാണ്. ആളുകൾ പറയുന്നുണ്ട് മറ്റേ ടിക്കറ്റ് എടുത്തു 3 പാട്ട് കേട്ടപ്പോ തന്നെ സന്തോഷമായി, പൈസ വസൂലായി ആ പാട്ട് കേട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നു. അതായത് എല്ലാ ടൈപ്പുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ചില സോങ്സ് ഈ ജെൻസി പിള്ളേർക്ക് ഇഷ്ടമായില്ല, ചില സോങ്സ് 90s കിഡ്സിന് വേണ്ടിയിട്ടുള്ള സോങ്സ് ഉണ്ടാവും. പക്ഷെ ഈ സോങ്സ് എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിക്കാര് പറയുന്ന അവർക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സോങ് ആണ് വാസ്കോ ഡ ഗാമ. ആ ഒരു ഇതൊക്കെ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയത്ത് ഇതില്ലാതെ ഇല്ല, അവിടെ നാഷണൽ ആന്തം ആയി വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. അല്ല, അത് അന്ന് ഇപ്പോൾ വാസ്കോ ഡ ഗാമ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് നമ്മൾ ചിന്തിച്ചതാണ്, ഇപ്പൊ സിറ്റുവേഷൻ ന്യൂ ഇയർ ആണ്, പക്ഷെ ഒരു ന്യൂ ഇയർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ അത് ഏത് ആഘോഷത്തിന് പോലും അത് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ തല എന്ന് പറഞ്ഞ പാട്ട് ഒരു സിറ്റുവേഷണൽ സോങ്ങിനൊക്കെ ഉപരി ഒരു ഡ്രൈവിന് പോകുമ്പോൾ കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു ജിമ്മിൽ പോകുമ്പോൾ കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ പമ്പപ്പ് ആവണമെന്ന് ഒരു എനർജി വേണമെന്ന് തോന്നുമ്പോൾ കേൾക്കാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞുള്ള തോട്ടുകൾ, അത്രയും ചിന്തകൾ അതിലുണ്ടായിരുന്നു. സ്ക്രീം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ തല എന്ന് പറഞ്ഞ ആ ഒരു എനർജി നമുക്കൊരു ലെറ്റിംഗ് ഔട്ട്, ഒരു വെന്റ് ഔട്ട് ഓഫ് ഇമോഷൻസ് അതിലൂടെ കിട്ടണം എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പൊ പറഞ്ഞ പോലെ എപ്പോഴും ഈ കാലികമായിട്ട് സംഗീതത്തിന്റെ ഒക്കെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ട്രെൻഡിനോടനുബന്ധിച്ച് ട്രെൻഡിനെ കണക്ട് ചെയ്തൊരു പാട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രെൻഡ് തീരുമ്പോൾ ആ പാട്ടിന് എത്ര നമുക്ക് ആളുകൾ അത് ആ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഹിറ്റായി എന്ന് പറഞ്ഞാലും നമുക്കത് പിന്നെ റീവിസിറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കണ്ട പോലെ നമ്മൾ ക്ലിക്ക് ചെയ്യില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ അത് കാലാതിവർത്തിയായിട്ടുള്ള പാട്ടുകൾ, അതിന് എപ്പോഴും ഒരു മെലഡിയുടെ അംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലജ്ജാവതി ഇപ്പൊ കേട്ടാലും ഒരേ വൈബാണ്. അതാ, അപ്പൊ അതിനൊരു യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ട്. അതിനൊരു ആളുകളെ ഒരു ചുവട് വെക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു റിതം, അല്ലെങ്കിൽ അങ്ങനത്തെ സിൻകോപ്പേറ്റഡ് ആയിട്ടുള്ള മെലഡി, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ്, ബ്ലെൻഡായി വരുമ്പോഴാണ് അത് കുറെ വർഷം നിലനിന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് പുതിയതായിട്ട്, അല്ലെങ്കിൽ അത് ഇപ്പോഴും റെലവെന്റ് ആണ് എന്ന് തോന്നുന്നു. അന്ന് ഈ സോങ് ഇത്രമാത്രം ഈ പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു തീർച്ചയായും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോ നമ്മൾ ഈ കേൾക്കുന്ന ഒരു സാധനം, ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡും കൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായും. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ ഒരു വ്യക്തിയും ഒരു മീഡിയ ആണ്. എവറി പേഴ്സൺസ് ലൈഫ് ഫീഡ് അല്ലെങ്കിൽ സ്റ്റോറി ഈസ് എ മീഡിയ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാഗസീൻസ് ഉണ്ട്, ഒരു 3-4 ഫിലിം മാഗസീൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സിനിമ പ്രോഗ്രാംസ് ഉണ്ട് ചില ചാനൽസിലുള്ള. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൊമോഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില സ്കൂൾസിലൊക്കെ പോയി, കോളേജസിലൊക്കെ പോയി ഇരുന്നിട്ടൊക്കെയുള്ള പരിപാടികളുണ്ട്. ഇതല്ലാതെയുള്ള പ്രൊമോഷൻ ഇല്ല, അല്ല പേപ്പർ അഡ്വർടൈസ്മെന്റ്സ്. അപ്പോൾ ഡെസ്പൈറ്റ് ഓൾ ദാറ്റ് അതിലൊരു അത്ര വലിയൊരു ഓപ്പണിംഗ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. അപ്പൊ അത് തീർച്ചയായും അത് വിജയം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ സിനിമയെ നോക്കിക്കണ്ടത് പേടിച്ചത് ഈ ദൈവം നമ്മുടെ ഡെബ്യൂ ആണ്, ഫസ്റ്റ് സിനിമയാണ്, അത് ആളുകൾ എങ്ങനെ എടുക്കും അറിയില്ല, നമ്മളും മലയാള സിനിമയുടെ ഒരു ഭാഗമാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി പിന്നീട് പോയി വളരെ സക്സസ്ഫുൾ ആയി തിരിച്ച് ആലുമിനിക്കൊക്കെ വേണ്ടി കോളേജിൽ ഒന്ന് വരുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ലൈക്ക് റീവിസിറ്റിംഗ് ദ സെയിം തിങ്. അതാണ് ഇപ്പോ നവാഗതനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണ് ആ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പൊ 18 വർഷം ഛോട്ടാ മുംബൈ കഴിഞ്ഞു. അപ്പോ രാഹുൽ രാജിന്റെയും 18 വർഷം പൂർത്തിയായി. 18 years ഓഫ് യുവർ മ്യൂസിക് കരിയർ. സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ 18 കഴിഞ്ഞ പാൽക്കാരൻ എങ്ങനെയായിരുന്നു അപ്പോ നമ്മളെല്ലാരും പറയില്ലേ സിനിമയിലേക്ക് ഒരു ഗോഡ് ഫാദർ എൻട്രി, അല്ലെങ്കിൽ ആരെങ്കിലും കൈപിടിച്ചു ഉയർത്തി എന്നൊക്കെ ആളുകളൊക്കെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടുണ്ടോ സിനിമയിലേക്ക് വരാൻ? ഗോഡ് ഫാദർ എന്ന് പറയാൻ എനിക്ക് ഓഫ് കോഴ്സ് ഛോട്ടാ മുംബൈ, അൻവർ റഷീദ്, മണിയമ്പള്ളി രാജുവേട്ടൻ, ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ അവരുടെ ഒരു എസ് ആണ് ഈ സിനിമയിൽ ഞാൻ വരാൻ കാരണം. അതല്ലെങ്കിൽ ഒരു പക്ഷെ ആ സിനിമ നമ്മൾ ഭാഗമായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ കുറെ വർഷം. അതിനു മുമ്പ് ഏതൊക്കെയോ സിനിമകൾ നമ്മൾ ഓൾമോസ്റ്റ് തുടങ്ങാൻ പോയ സിനിമകളും അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാൻ പോയ സിനിമകളും പകുതി ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതൊക്കെ പല അവസ്ഥകളിൽ നിന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, അയ്യോ അത് നമ്മളെ ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ ആണ് എപ്പോഴും അല്ലെ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി. പക്ഷെ അത് ഇതിനു വേണ്ടിയാണ് ആ കാത്തിരിപ്പ് ഉണ്ടായിരുന്നത്. യൂണിവേഴ്സ് കോൺസ്പിറസി തന്നെയാണ് ഡെഫിനറ്റ്ലി. ബിക്കോസ് ആ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും മാറില്ല. ഈ അല്ലേ ഇപ്പൊ ഞാൻ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ പോലും എന്റെ ആദ്യത്തെ സിനിമ ഛോട്ടാ മുംബൈ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഛോട്ടാ മുംബൈ ഈസ് ബീങ് സെലിബ്രേറ്റഡ് ഇൻ 2025 എന്നുള്ളത് ഇനി അതൊരു സത്യമായി മാറി എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു ഇപ്പൊ അറിയായിരുന്നല്ലോ ലാലേട്ടന്റെ കൂടെ
വർക്ക് ചെയ്യാൻ പോവാണ്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ആ എല്ലാ ആക്ടേഴ്സും ഒരുപോലെ അഭിനയിച്ച് തകർത്ത് ആടിയ ഒരു സിനിമയാണ്. മ്യൂസിക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു എഫക്ട് ഉണ്ട്. അൻവർ റഷീദിന്റെ ഡയറക്ഷനും വേറൊരു പാട്ട് വരുന്നു, അതായത് ഒരേ സൈഡിൽ അവാർഡ് സിനിമ, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് സിനിമ, ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു അൻവർ റഷീദ് ഫാക്ടർ ഉണ്ട്. ആ ഒരു അൻവർ റഷീദ് ഫാക്ടറിലേക്കാണ് മ്യൂസിക് കൊണ്ടുവരുന്നത്. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇത്രയും ആക്ടേഴ്സിന് വേണ്ടി ചെയ്യണം, ഒരു സിനിമ മൊത്തം ലൈവായിട്ട് നിൽക്കണം, എന്തുമാത്രം ഒരു എഫേർട്സ് എടുത്തിരുന്നു? എഫേർട്സ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിരുന്നു. കാരണം അത് ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ ആദ്യത്തെ സിനിമയാണ്. ഈ ആദ്യത്തെ സിനിമ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയും ചില ചില മ്യൂസിക്കിലെ ചില ഒരു A&R മാനേജേഴ്സ് എന്ന് പറയും, അതായത് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ യൂണിവേഴ്സൽ മ്യൂസിക്കിന്റെ ഒരു A&R മാനേജർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ആദ്യത്തെ ആൽബത്തിന് നിങ്ങൾക്ക് ഒരു 20 വർഷം കിട്ടും, അല്ലെ 18 വർഷം കിട്ടും. രണ്ടാമത്തെ ആൽബത്തിന് 3 മാസം കിട്ടുള്ളൂ. ബിക്കോസ് യു ആർ ഓൾറെഡി ഫേമസ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വന്നു, അടുത്ത ആൽബം ഓൾറെഡി ഫണ്ട്സ് വന്നു, യു ഹാവ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ഓൺലി 3 months ടു ഡു ഇറ്റ്. പക്ഷെ ആദ്യത്തെ ആൽബം ചെയ്യുന്ന വി ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. നമ്മൾ സ്വയം നമ്മൾ ബെറ്റർ ആക്കുന്നു, സ്വയം നമ്മൾ പാകപ്പെടുത്തുന്നു, നമ്മുടെ കഴിവ് സ്കിൽ സെറ്റ് ബെറ്റർ ചെയ്യുന്നു, അല്ലെ? അപ്പൊ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും എൻസെമ്പിൾ സ്റ്റാർ കാസ്റ്റ് എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ മുമ്പിൽ ഒരു ഉഗ്രൻ കിടലൻ പരിപാടി വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ തകർക്കാം. ലിറ്ററലി അത് തന്നെയാണ്. അപ്പൊ എന്റെ റിയൽ നമ്മൾ വിശ്വസിച്ചിരുന്നതെല്ലാം നമ്മൾ നല്ല ഔട്ട്പുട്ട് മ്യൂസിക്കലി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരെ എടുക്കും എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാക്സിമം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഗോഡ് ഫാദേഴ്സ് ഐ വുഡ് സേ അൻവറാണ്, ബെന്നി ചേട്ടനാണ്. അല്ല, ഓഫ് കോഴ്സ് ബെന്നി ചേട്ടൻ എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച ഒരാളാണ്. അതായത് അതിപ്പോ പറഞ്ഞേ പറ്റൂ. കാരണം ആ സമയത്തൊക്കെ ചില ഇന്റർവ്യൂസ് ഒക്കെ വന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചാനൽ ഇന്റർവ്യൂസും ഈ ക്രൂ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയൊക്കെ ചെയ്തു. അപ്പൊ ബെന്നി ചേട്ടൻ നമ്മളെ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഐ വാസ് തിങ്കിങ്, ദൈവമേ സിനിമ ചെയ്യുകയും അല്ലെങ്കിൽ മ്യൂസിഷ്യനൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നിർത്തിയാലോ. ലിറ്ററലി ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു രാത്രിയുണ്ട്. നാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറയും, ഞാൻ ലിറ്ററലി ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്നോട് ബെന്നിച്ചേട്ടൻ, ഞാനിങ്ങനെ വിഷമിച്ചിട്ടാണ് വിളി, എന്താണ് നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് പോലും ചിലപ്പോൾ വരില്ല. പുള്ളി ഒന്നുമില്ല, ജസ്റ്റ് ടോക്ക്. നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ, നമ്മളൊരു അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ജസ്റ്റ് ടോക്ക് യുവർ ഹാർട്ട്. നമ്മൾ വെറുതെ പറയാ, അല്ലാണ്ട് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. എനിക്ക് അന്ന് തന്ന ഉപദേശം ആഫ്റ്റർ ദാറ്റ് പ്രോബബ്ലി എനിക്കൊരു മീഡിയ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയുക. അപ്പൊ ആ ഒരു രീതിയിൽ ഇവരൊക്കെ ഗോഡ് ഫാദേഴ്സ് ആണ്. അതുപോലെ രാജുവേട്ടന്റെ അതിനു മുമ്പുള്ള ഒരു സിനിമയിൽ ഞാൻ സംഗീതം ചെയ്യേണ്ടിയിരുന്ന തിയേറ്ററിനൊക്കെ ഇറങ്ങി വന്ന് കരയുന്നൊക്കെ ഒരു വീഡിയോസ് നമ്മൾ കണ്ടു. ഓ റിയലി ഹീസ് വെരി ഹാപ്പി. എന്നെ ആദ്യം വിളിച്ചത് ഫോണിൽ കൂടെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ഞാൻ രാജുവേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ ഇപ്പോഴാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ശ്വാസം നേരെ വീണ രാവിലെ എന്ന് പറഞ്ഞു. നമുക്കൊരു പടം കൂടെ ചെയ്യണ്ടേ? ചെയ്യാം. വെരി ഹാപ്പി. പിന്നെ ഓഫ് കോഴ്സ് അൻവർ ഇല്ലെങ്കിൽ ഈ പരിപാടി ഇല്ല. നമ്മൾ ഓരോ അൻവർ വാസ് 1 film old ആ സമയത്ത്. രാജമാണിക്യം മെഗാ ഹിറ്റ്, തകർത്തോടി, ഒരു സൂപ്പർ ഡയറക്ടറിനുള്ള പേര് അൻവറിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിനിമയിൽ ഞാൻ കൂടെ ചേരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമ അറിയില്ല. ഞാൻ ആരുടെയും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, സിനിമ സെറ്റിലൊന്നും പോയിട്ടുമില്ല. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബട്ട് മ്യൂസിക്കലി അതിനെങ്ങനെ പെയിന്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എൻ്റെതായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പൊ ആ പ്രാക്ടിക്കൽ നോളജിലേക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു ആ സീൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ, ആ ബാങ്ക് മാനേജർ നടന്നു വരുന്നൊരു സീനുണ്ട്. അവിടെ ചിരി കിട്ടുന്നുണ്ട് ആളുകൾക്ക്. ബിക്കോസ് അയാളെ ഓരോ സ്റ്റെപ്പിലും ഒരു സൗണ്ട് വരും. അതായത് എവറിത്തിങ് നീഡ്സ് ആൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മിക്കി മൗസ് പരിപാടിയല്ല. പക്ഷെ അങ്ങനെയുള്ള സിനിമകളിൽ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അതിപ്പോ നമ്മള് പുതിയതായിട്ട് ആഡ് ചെയ്ത ക്ലൈമാക്സ് സീക്വൻസിൽ സായികുമാർ പറയുന്നുണ്ട്, സായിച്ചേട്ടൻ പറയുന്നുണ്ട്, ഇത് അതായത് അടാ അപ്പനെ കെട്ടിയിട്ടാണ് അടിച്ചാണ്ട് കാലൊടിക്കട തല്ല് എന്ന് പറയുന്നുണ്ട്. അവിടെ ഡയലോഗ് കേൾക്കാൻ നമ്മൾ സ്പേസ് കൊടുക്കുക, എന്നിട്ടാണ് മ്യൂസിക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് ആളുകൾക്ക് ഒരു അല്ലെങ്കിൽ അവിടെ ആ പറയുന്ന സമയത്തൊക്കെ നമ്മൾ മ്യൂസിക് കുത്തി നിറച്ചാൽ ഈ പറയുന്ന കാര്യത്തിന്റെ പഞ്ച് ട്രാൻസ്ലേറ്റ് ആവില്ല. ശേഷം ക്ലൈമാക്സ് വന്ന ഒരു സിനിമ, അത് ഏറ്റവും റിസ്കി, മോസ്റ്റ് റിസ്കിയസ്റ്റ് തിങ്. എന്നോട് പറഞ്ഞു, എടാ പാട്ട് ശരിയായില്ലെങ്കിൽ ആ പാട്ട് കട്ട് ചെയ്യേണ്ടി വരും. കാരണം അത് ഭയങ്കര റിസ്കി പൊസിഷനാണ്. ഒരു ക്ലൈമാക്സിന് ഇത്ര മിനിറ്റ് മുമ്പ് ഒരു പാട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആണ്. ആളുകൾ കൂക്കി വിളിക്കാം, അല്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ പടം അവിടെ ആയിരിക്കും താഴെ പോവാം പാട്ട് ബോറാണെങ്കിൽ.
അപ്പൊ ലിറ്ററലി ദാറ്റ് വാസ് എ ബിഗ് പ്രഷർ. പക്ഷെ അത് ചെയ്തപ്പോഴൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചിന്തയെ മനസ്സിലുണ്ടായിരുന്നില്ല. അതെ. നമ്മൾ ഈ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ വസ്കോഡ ഗാമ വന്ന വഴി എന്താണ്? അതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, ഒരു പാരഡി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു? വാസ്കോ ഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ, ഡാൻസിങ് വിത്ത് മദാമ, വിത്തൗട്ട് എ പൈജാമ, ഈറ്റിംഗ് എ ബനാന എന്നൊക്കെ പറഞ്ഞ് പണ്ട് സ്കൂളിലൊക്കെ ഉള്ളപ്പോൾ പിള്ളേര് പാടി കേട്ടിട്ടുണ്ട്. കളിയാക്കാനും ഒക്കെ വേണ്ടി, ടീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ പാടി കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇതെന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ ഞാനിത് ഈ ഒരു ഡമ്മി ട്യൂൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അപ്പൊ എന്റെ മനസ്സിൽ നമ്മള് ആ സമയത്ത് തമിഴ് മൂവീസ് ഭയങ്കര ഹൈപ്പുള്ളൊരു കാലം. വിജയുടെ ഹിറ്റ് ഫിലിമുകൾ നടക്കുന്നു. ഈ ചോട്ടോമ്പിക്കൊക്കെ മുമ്പുള്ളൊരു 2005-2006 സമയത്തൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള തമിഴ് ഫിലിംസ് നടക്കുമ്പോൾ നമ്മുടെ ഡ്രീമാണ് തമിഴ് സിനിമയിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്, എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ആളുകൾ നമ്മൾ അറിയുള്ളൂ എന്നുള്ളൊരു ഡ്രീം ഉണ്ട്. ഇപ്പോഴൊന്നും അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറി, അത് വേറെ കാര്യം. ആ ടൈമിൽ ഞാൻ പറയണം. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വിജയ് സിനിമ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്യൂൺ ഉണ്ടാക്കിയാണ്. ആക്ച്വലി വാസ്കോ ഡ ഗാമയുടെ പല്ലവിയുടെ ട്യൂൺ. അന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ട്യൂണാണ്. പക്ഷെ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന ലിറിക്സ് ഒന്നുമില്ല, ഒരു ട്യൂൺ ഒരു ട്യൂൺ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അൻവറിനെ കേൾപ്പിച്ചപ്പോൾ അൻവറിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇത് കൊള്ളാം, രസമുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ഈ ലിറിക്സിൽ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പണ്ടത്തെ ഒരു റൈം ഉണ്ട്. ഇപ്പൊ റൈംസ് പാടുമ്പോൾ ആളുകൾക്ക് എപ്പോഴും അതിനൊരു എന്തോ ഒരു അല്ലെ, ഇപ്പൊ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പോലെ ഒരു റൈമാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെ. ആ ഒരു ഈ തിങ്സ് ദാറ്റ് ആർ ഇൻ ദ പോപ്പ് കൾച്ചർ ഫോർ എവർ, ഡെക്കേഡ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെന്തൊക്കെയോ അതിന് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് കുറെ പേര് അത് വീണ്ടും വീണ്ടും പാടുന്നത്. ഇതൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ പിള്ളേര് പാടുന്ന ഒരു സാധനം ഉണ്ട് അൻവർ എന്ന് പറയുന്നത്. അപ്പൊ അൻവർ എടാ അത് കൊള്ളാലോ പരിപാടി. അപ്പൊ അങ്ങനെയാണ് വാസ്കോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ വാസ്കോ ഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ ഈസ് ഫോർ അസ് ആ കാർണിവൽ എന്ന് പറഞ്ഞിട്ടാണ് പുതുവർഷം പിന്നെ ആ ലിറിക്സിലേക്ക്. അപ്പൊ ശരത്തേട്ടൻ ലിറിക്സ് എഴുതാൻ വന്നപ്പോ പറഞ്ഞു ഫസ്റ്റ് ലൈൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആരെഴുതി? ഞാൻ എഴുതിയതല്ല, പാടിയതല്ല, ഡമ്മി ആയിട്ട് പാടിയതാണ്. ദെൻ ഹി കെയിം ആൻഡ് കിടിലനായിട്ടുള്ള പരിപാടികൾ സെറ്റ് ചെയ്തു ശരത്തേട്ടൻ. ഈ പാട്ടുകൾക്കൊക്കെ അപ്പൊ കൊച്ചി എത്രമാത്രം സഹായിച്ചു? ആ വൈബ് അതാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആസ് ഈക്വൽ ടു യു ഗോ ടു യൂറോപ്യൻ ടൗൺ. പോർച്ചുഗൽ പോലെയോ, പോർച്ചുഗലിലുള്ള ഏതോ ടൗൺ, സ്പെയിനിലുള്ള ഏതോ വലൻസിയയോ ഏതോ ഒരു ടൗൺ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ലുക്കുള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കൊച്ചി എന്ന് പറയുന്നത് ലിറ്ററലി ആ ഒരു ഏരിയ ആണ് നമ്മൾ പറയുക. ഈ സൈഡിലേക്ക് എറണാകുളം, ഞാനൊക്കെ ആക്ച്വലി എറണാകുളംകാരനാണ്. അപ്പൊ കൊച്ചിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും, ബൈക്കിലൊക്കെ പോകും, ഒരു യാത്ര പോലെയാണ്. കൊച്ചി ഇസ് ലൈക്ക് എ വെരി ഒരു വൈബുള്ള ഒരു എന്തോ ഒരു വേറൊരു കൾച്ചറുള്ള ഒരു ഗ്ലോബൽ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. വെസ്റ്റേണേഴ്സ് ഒക്കെ ആണെങ്കിലും വന്നു പോകുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ ആ ഒരു വൈബിലാണ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ നാടാണ്. ആ ഈ വൈബ് ഇസ് വെരി കണക്റ്റഡ് വിത്ത് നമ്മൾ ഈ ഡാൻസ്, എല്ലാവരും സന്തോഷം, ആളുകൾ. ഇപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഈ കുറെ ഈ വെസ്റ്റേണേഴ്സും സായിപ്പും മദാമയൊക്കെ വരുന്ന സ്ഥലങ്ങളാവുമ്പോൾ ഇപ്പൊ വർക്കലെടുത്ത് നോക്കുക, ഓൾ ദ നേറ്റീവ് പീപ്പിൾ ആർ വെരി വെൽക്കമിങ്. അവരെപ്പോഴും ചിരിച്ച് കളിച്ച്, അതാണ് അവരുടെ ഒരു ദാറ്റ് ഇസ് ഹൗ ദേ ട്രീറ്റ് ദം അല്ലേ. അപ്പൊ ആ ഒരു വൈബ് ജനറലി ആളുകളുടെ മൈൻഡ് സെറ്റിലേക്കും കയറിയിട്ടുണ്ട്. എപ്പോഴും ചിരിച്ച് കളിച്ച് മീൻ കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ മീൻ മാർക്കറ്റ്, തുണി മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഓൾറെഡി ആളുകളുടെ മനസ്സിൽ ഒരു ആതിഥേയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ആ ആതിഥ്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പൊ അത് ആ പാട്ടിൽ വരണം. ലൈക്ക് വെൽക്കമിങ്, ലൈക്ക് ഒരു സെലിബ്രേഷനെ വെൽക്കം ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും ഉള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് ഒന്നും വേണ്ടിയൊന്നുമില്ല. ഈ പാട്ട് ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു ഫാസ്റ്റ് സോങ്ങിന്റെ ഇടയിൽ ഒരു മെലഡി ആയിട്ടുള്ള ഒരു സംഭവം, നൊമ്പരം കളയും നാളം നീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? 15,000 പ്രാവശ്യം പറഞ്ഞു. അത് സിറ്റുവേഷനിൽ അങ്ങനെയാണ്. അൻവർ പറഞ്ഞത് ഇതാണ് ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് നമുക്ക് അതിൽ പുള്ളിയുടെ എല്ലാ വശവും മറ്റൊരു ഫ്ലൂട്ടിന്റെ ഒരു സംഭവം ഉണ്ട്. അതാരും പറഞ്ഞിട്ടില്ല. ഫ്രഷ് അതിന് മുന്നിലൊരു ഫ്ലൂട്ടിന്റെ സാധനം, അത് കഴിച്ച് മെലഡി, പിന്നെ വീണ്ടും ഇങ്ങനെ ഡ്രിപ്പായിട്ട് പോകുന്നു, പിന്നെ വീണ്ടും തല്ലാന്ന് പറഞ്ഞ സാധനം വരുന്നു. അതിൽ ശരിക്കും ഈ ഫാമിലിന്റെ ഒരു ഇമോഷൻ അൻവർ ചേട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഫാമിലിനേക്കാൾ കൂടുതൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് മറ്റേ ഭാവനയും, അതായത് ലതയും തലയും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. തലയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു തണലായി കൂടി നിന്ന് ലത, അതായത് ഈ
കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്ന സീന്, പിന്നെ അമ്മയുടെ ചിത്രത്തിന് മുന്നില് ലത വന്ന് നിൽക്കുന്ന സീന്, ഇന്ദ്രജിത്തിന്റെ അനിയത്തി സനുഷേനെ ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന സീൻ. മോർ ദാൻ ഒരു ഫാമിലി തലയുടെ ജീവിതത്തിലേക്ക് ലത വന്നു. ആ ഒരു മാറ്റങ്ങൾ അത് ഫാമിലിയാണ്, പക്ഷെ ഒരു കാമുക്കി എന്നുള്ള ഒരു സാധനം അത് അത്ര വൈബല്ല. ഷീസ് ജസ്റ്റ് ജെല്ലിംഗ് വിത്ത് ദ ഹോൾ ഫാമിലി. എല്ലാരായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നു, പുള്ളിയുടെ വിഷമങ്ങൾ മാറ്റാൻ വന്ന ഒരാള് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. കൃത്യമായിട്ടുണ്ട്, ആ വൈബുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഫീല് ശരിക്കും അതിനൊരു എവിടെ ഒരു ചെറിയൊരു പ്രണയം മുട്ടിട്ട് വരുന്നതിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. പുള്ളി ആ സമയത്ത് തല ലതേനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വൺ ഒബ്സർവേഷണൽ ഹൈറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. ആക്കിയതല്ല. കൊള്ളാം. ഇതാരും പറഞ്ഞില്ല. അതൊന്ന് പാടാമോ? നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറനിറയെ നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീ ഉള്ളിനുള്ളിൻ നനവല്ലേ, ഈ തീരത്തെത്തും തണലല്ലേ, ഉയിരിന്റെ തേനേ നല്ലിടയനും നീ. ഇത് വേറെ എന്തോ ഒരു സാധന. അതായത് നമ്മള് എല്ലാരും കേൾക്കുമ്പോ ഫാസ്റ്റ് സോങ് ആയിട്ട് പാടുന്നു, അതിന്റെ ഇടയിൽ ഒരു മെലഡി വരുന്നു, എന്തോ എങ്ങനെയാന്ന് അറിയില്ല, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിറിക്സും ആ ഒരു കമ്പോസിഷനും ഒക്കെയാണ്. പിന്നെ വേറൊരു സംഭവത്തിലേക്ക് വരുമ്പോ ഈ കൗമാരം കടഞ്ഞവനെ നീ പൂന്നുള്ളാൻ വരുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്കറിയില്ല അത് എഴുതുമ്പോ ഈ ഒരു സംഭവം വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ അതിനെ വേറൊരു മീനിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞേ? ഇതിന് അല്ല, അത് അന്ന് മീൻ ചെയ്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈക്ക് ഹീസ് നോട്ട് എ വെരി യങ്സ്റ്റർ, കുറച്ചും കൂടെ ആ കൂട്ടത്തിലുള്ളവരെക്കാളും ഒരു ചേട്ടൻ ലൈനിലാണ്. അപ്പൊ അതാണ് കൗമാരം കടന്നവനല്ലേ എന്ന് പറഞ്ഞൊരു സംഭവം. ബട്ട് യു ആർ സ്റ്റിൽ പാർട്ടിങ് അറൌണ്ട് വിത്ത് അസ് എന്നുള്ളൊരു സാധനം അതായിരുന്നു ആണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പൊ ആളുകള് മറ്റേ കമന്റ്സിലൊക്കെ ഇരുന്ന് അന്ന് പുരിയല്ലേ ഇപ്പൊ പുരിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ നിഷ്കളങ്കനായോണ്ടായിരിക്കും. പഠിച്ചവനെല്ലാം വീരനുമല്ല എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഇപ്പൊ നമ്മള് വേടന്റെ ഒക്കെ പറയുന്ന പോലെ ഞാൻ പാണല്ല പറയാനല്ല നീ തമ്പുരാനല്ല എന്ന് പറയുന്ന നമ്മളെല്ലാരും ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ അടിത്തടകൾ പഠിച്ചവനെല്ലാം വീരനുമല്ല ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു റീഡിങ് ആയിപ്പോയല്ലോ. ശരത്തേട്ടൻ വെരി ഹാപ്പി ആ ഒരു രീതിയിൽ. അതായത് വേടൻ ഇപ്പൊ പറയുന്നു ഒരു ജാതിപരമായിട്ടുള്ള ഒരു സംഭവം പറയുന്നു, നമ്മളെല്ലാരും പുള്ളിയുടെ ഫാൻസ് ആണ്. പക്ഷെ ഇത് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു നോർമൽ ഫാമിലിന്ന് വരുന്നതാണ്. ഇത് എന്റെ അമ്മേ ഫ്രഷ് ആണല്ലോ മൊത്തം പരിപാടി. പക്ഷെ അടിപൊളി. ഞാൻ വീരനല്ല നീ വീരനല്ല, നമ്മളെല്ലാരും നോർമൽ ആന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെ, പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാരും ഒരുപോലെയാണ്. ഹീറോ ഇസ് എക്സ്പെക്ടഡ് ടു ബി ഡൂയിങ് എവറിത്തിങ്. അയാള് എല്ലാം അറിഞ്ഞവനായിരിക്കണം, അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആക്ച്വലി അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് ഐ എം ഷുവർ ദ ബ്രീഫിംഗ് വാസ് ലൈക്ക് ദാറ്റ്. അതിങ്ങനെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തോട്ട് ഉണ്ട്. കാരണം ഇദ്ദേഹം തല പെർഫെക്റ്റ് മനുഷ്യനല്ല, അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ്, ഒരു ഫൈറ്ററോ മറ്റേ ബോക്സിങ് അറിയുന്ന ആളോ മറ്റേ മാർഷൽ ആർട്സ് അറിയുന്ന ആളൊന്നും അല്ല. തല്ലിക്കൂട്ടുകയാണ് അങ്ങോട്ട്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കുനിച്ചു നിർത്തി ലിറ്ററലി അല്ലെ വാരി പൊട്ടി അടിയാണ്, നാടൻ അടി അടിക്കണം. അപ്പൊ അതാണ് അടിത്തടകൾ പഠിച്ചതല്ല, വീരനൊന്നും അല്ല. പക്ഷെ സ്നേഹമൊക്കെ ഉള്ള ഇവരാണ് ഞങ്ങളുടെ തല എന്നുള്ളൊരു സാധനമുണ്ട്, കൂടെ നിൽക്കുന്ന ചങ്ക് എന്നുള്ളൊരു സംഭവം. അതുപോലെ മറ്റേ ആവേശത്തിലെ ജാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ തോന്നി. എന്ന് വെച്ചാൽ ജാഡ നമ്മളൊരു മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് സോങ്, അതുപോലെയാണ് എനിക്ക് മറ്റേ എനിക്ക് റിലേറ്റബിൾ ആയിട്ട് ചിലപ്പോ ഒരു സോങ്ങിന്റെ തീം ആയിരിക്കാം. നമ്മളെല്ലാവരും ഒന്ന് മോട്ടിവേറ്റഡ് ആണ്, നമ്മളെല്ലാരും ഈക്വൽ ആണ്, കുറച്ച് ജാഡ ഒരു ലെയർ അകത്തേക്ക്. വെരി ഗുഡ്, വെരി നൈസ്. നമസ്കാരം. എനിക്ക് പാട്ടിന്റെ ABCD അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. എന്റെ കയ്യിൽ കുറച്ച് പ്ലേലിസ്റ്റേ ഉള്ളൂ, പക്ഷെങ്കിൽ അതില് ഒരു 4-5 പാട്ടുകളിൽ ഒരു പാട്ട് താങ്കളുടെ പാട്ടാണ്, ഋതുവില് അതെന്റെ ഭയങ്കര ഒന്നാമത് ആ സീൻസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീമാക്ക്. അല്ലെങ്കിൽ അവിടെ സ്റ്റേഴ്സിലിരിക്കുന്നു, ഞാൻ അങ്ങനെ വരുന്നു, ആ ഒരു ഡ്രിങ്ക് ഒക്കെ കൊണ്ട് വരുന്ന ഒരു പാട്ട്. അപ്പൊ അത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടായി, ഏതൊരു മൂഡിനും സെറ്റ് ചെയ്തിട്ടൊരു പാട്ടാണ്. അതാണ് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ കറക്റ്റ് ചിൽ ഔട്ട് ലൗഞ്ച് പാട്ടാണത്.
അപ്പൊ രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു സമയത്ത് റൊമാൻറ്റിക് പാട്ടുകൾ സമ്മാനിച്ച ഒരാള്. പക്ഷെ ഇപ്പൊ ചോട്ടാ മുംബൈ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോ പുള്ളി എല്ലാ വൈബും പിടിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബാച്ചിലർ പാർട്ടിയിലായാലും കപ്പാപ്പുഴുക്ക് പോലത്തെ ഒരു പാട്ടൊന്നും അതുവരെ ഒരാളും ട്രൈ ചെയ്യാത്തൊരു പാട്ടാണ്. ഇപ്പൊ നമ്മള് ഡബ്സിയൊക്കെ ഒരു റാപ്പ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു സാധനം അന്ധകാലത്തെ അതിൽ റാപ്പ് ഒക്കെ ഉണ്ട്. ശ്രീചരൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഹീസ് ഇൻ മലേഷ്യ നൗ. തമിഴിലൊക്കെ റാപ്പ് ചെയ്തിരുന്നതാണ്. പുള്ളിനെ കൊണ്ടാണ് അത് ആ റാപ്പ് ഒക്കെ ചെയ്യിപ്പിച്ചത്. അതിന് ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എനിക്ക് ഈവൻ അത് ഈ ഹനുമാൻ കൈൻഡിന്റെ റാപ്പിന്റെ ഈ രണ്ടാമത് ഇറങ്ങിയ പാട്ടില് അതിന്റെ ഒരു ലിറിക്കൽ ഫ്രേസിംഗ് പോലെയൊക്കെ തോന്നിയിരുന്നു. ആ ഒരു ടൈപ്പ് ശ്രീചരൺ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഈസ് എ വെരി ഗുഡ് റാപ്പർ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ കോസോ അങ്ങനത്തെ റാപ്പൊന്നും അല്ല, സിനിമ പാട്ടുകളുടെ ഇടയിലുള്ള. പുള്ളി ഹാരിസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാരിസ് ജയരാജന്റെ സ്ഥിരം റാപ്പ് ചെയ്തിരുന്ന ഒരാളാണ് ശ്രീചരൺ. യുവൻ ശങ്കർ രാജയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ക്രെഡിറ്റ്സ് കണ്ടിട്ടാണ് പുള്ളിനെ ഹണ്ട് ഡൗൺ ചെയ്ത് വിളിച്ചത്. അപ്പൊ ഒരുപാട് ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ കപ്പാപ്പുഴുക്ക് പാട്ടൊക്കെ അമൽനീരത്തിന്റെ അടുത്ത് പറയുമ്പോഴേ പുള്ളി എക്സ്പെക്ട് ചെയ്തൊരു സാധനം തന്നെയായിരുന്നോ തിരിച്ചു കൊടുത്തത്? കപ്പപ്പുഴുക്ക് ഞാൻ ആദ്യം കേൾപ്പിച്ച കാര്യം തന്നെ, പാട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം ആദ്യം കേൾപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ നമ്മുടെ ആ മെലഡി ഉണ്ടല്ലോ, കാർമുകിൽ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷൻ അമലിന് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരു എന്തോ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ, വേറൊരു ഓപ്ഷൻ ട്രൈ ചെയ്യണമെങ്കിൽ രാഹുലിന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ. പക്ഷെ ഇതെനിക്ക് ഓക്കെ ആണ്, എന്നാലും നിങ്ങൾക്ക് വേണം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണ ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതവിടെ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ, വേറെ ഒരെണ്ണം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കാർമുകിലേക്ക് എത്തിയത്. അത് ഒഴിച്ച് ബാക്കി എല്ലാം വാസ് വെരി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അമലിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. കപ്പപ്പുഴുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഹുക്ക് ഉണ്ടല്ലോ, അത് കപ്പപ്പുഴുക്ക് അങ്ങനെ തന്നെയാണ് പാടി വെച്ചിരുന്നത്. ലിറിക്സ് ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ലിറ്ററലി ഞാൻ അന്ന് ഇത് പാട്ട് ഇറങ്ങിയ ദിവസം നമ്മുടെ ലുലു മോളിന്റെ അടുത്ത് ആ സമയത്ത് ഏതോ കുറെ തട്ടുകടകളുള്ള ഒരു എയർ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ പോയി കപ്പ ബിരിയാണി കഴിച്ചു ഈ ഒരു വൈബിന് വേണ്ടി. ലിറ്ററലി അതൊക്കെ നമ്മള് ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് അസിസ്റ്റന്റ് പിള്ളേരുടെ കൂടെ നമ്മൾ കഴിക്കാനൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള ജോയിന്റ്സിലൊക്കെ പോയിട്ടാണ് കഴിക്കുക. ഫുഡ് ജോയിന്റ്സിലൊക്കെ പോയിട്ട് തട്ടുകടയിലൊക്കെ പോയി കഴിക്കും. ഈ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ നീഡ് ടു ബി ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ സോങ്. പക്ഷെ ഈവൻ ഇപ്പൊ ഈ പറഞ്ഞ നരകമാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു പാട്ടാണത്. ഓഫ് കോഴ്സ് നമ്മുടെ ചങ്കുകളൊക്കെ നരകത്തിലാണ്. പിന്നെ എന്തിനാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്? സ്വർഗത്തിൽ വെറുതെ ബോറിങ്. അത് ആട്ടിടേനാരോ ആടുകളെ മേച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്, ഇപ്പുറത്തെ പബ്ബാണ് എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ചിന്തിച്ചത് അങ്ങനത്തെയൊക്കെയുള്ള തോട്ടുകളായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ അടുത്ത് ചോദിക്കൂലേ, തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായാൽ നരകത്തിൽ പോകും. അപ്പൊ വേറെ ഏതൊരു സ്ഥലത്ത് നരകത്തിൽ പോയാൽ ബിരിയാണി ഒക്കെ കിട്ടും. അത് ഇത് ഞാനിപ്പോ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോ അവിടെ ഈ കപ്പപ്പുഴുക്കൊക്കെ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ കപ്പയും ബീഫൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. അത് വാസ് വെരി ഓർഗാനിക്കലി നടന്നൊരു കാര്യമാണ്. പിന്നെ അണ്ണൻ തമ്പിയിലേക്ക് വരുവാണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് അണ്ണൻ തമ്പി ആ ഒരു ഇതില് അതും എങ്ങനെയായിരുന്നു? അതൊരു വലിയൊരു ബ്രേക്ക് അതൊരു ആയിരുന്നു. അതുപോലെ അൻവറിന്റെ പടമാണ്. അതിൽ ആ പാട്ടില് ബിച്ചു തിരുമല സാറാണ് ലിറിക്സ് എഴുതിയത്. അതിൽ നമ്മളുടെ മുമ്പിലുള്ള ഒരു മാതൃക ഉണ്ടായിരുന്നു. 2 പേര് ഫൈറ്റ് ചെയ്യുന്നു, വേർബലി അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അക്ഷര ശ്ലോകമൊക്കെ ചൊല്ലി പാടുന്ന വഴക്കുണ്ടാക്കണ പോലെ വിത്ത് വേർഡ്സ് അല്ലെങ്കിൽ സിംഗിങ് വെച്ച് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ലിറിക്സ് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആകെ ഒരു മാതൃകയുണ്ട്, ഏതാണ്? പടകാളി. ആകെയുള്ള മാതൃക ഏതാണ്? ഈ ഒരു ഇങ്ങനത്തെ ഒരു പാട്ട്. പടകാളി ഈസ് മെയ്ഡ് ബൈ ലെജൻഡ്സ്. അപ്പൊ നമ്മൾ ഈ പുതിയ വന്നിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏകദേശം ആ ഒരു വൈബുള്ളൊരു പാട്ടുണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മറ്റേ ഞാൻ അഡാപ്റ്റ് ചെയ്തത് അത് അഡാപ്റ്റ് ചെയ്തത് ഐഗിരി നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവി സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്. അതിന്റെ ഒരു ഐഡിയയിലാണ്. കാരണം അത് രൗദ്രഭാവത്തിലുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് വെരി ഫിയറി, ഭയങ്കര ഒരു പവർ, യുദ്ധത്തിന് പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഡീമൺസിനെ നശിപ്പിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടിന് ആ വൈബ്, രൗദ്രഭാവം നമുക്ക് ഈ പാട്ടിലേക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ രൗദ്രത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം ഈ ഐഡിയ ഒക്കെ ഞാൻ ബിച്ചു സാറായിട്ടും ഷെയർ ചെയ്തു. ഇതാ ഞാൻ മ്യൂസിക് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, അപ്പൊ നമുക്ക് 2 പേര് തമ്മിലുള്ള ഫൈറ്റ്സ് അല്ലേ, അതിൽ അണ്ണനും തമ്മിൽ നമ്മൾ ഫൈറ്റും. അപ്പൊ ഓക്കെ, പാണ്ഡവനും കൗരവരും തമ്മിലുള്ള ഫൈറ്റ് ആക്കാം. വാട്ട് ഹി റോട്ട് എൻറ്റയർലി വാസ് വെരി ഫിലോസഫിക്കൽ. പാട്ട് ലിറിക്സ് എത്ര പേര് അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല.
പക്ഷെ അതിലെ ലിറിക്സ് മുഴുവൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പാണ്ഡവര് കൗരവര് തമ്മിലുള്ള ഇതിനെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലിറ്ററലി എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വെരി എന്താ പറയാ അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസ്. ലിറിക്കലി ഉണ്ട്, ഞാൻ മ്യൂസിക്കലി ഒന്നും അല്ല പറയണത്, ലിറിക്കലി ഇറ്റ്സ് എ അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസ് ആണ്. ബിച്ചു സാറിന്റെ ഒരു കിടിലൻ വർക്കാണ്. ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഭയങ്കര രൗദ്രഭാവത്തിൽ വന്നിട്ട് പിന്നെ അണ്ണൻ തമ്പി എന്നുള്ളൊരു വേറൊരു സാധനം. അതെ അതെ അതെ, അണ്ണൻ തമ്പിയാണല്ലോ. അണ്ണൻ തമ്പിനെ പിന്നെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുക, കൂട്ടുകാരൊക്കെ. ഈ രണ്ടുപേർക്ക് ഗ്യാങ് ഉണ്ട്. ഇപ്പുറത്ത് കുറെ സിദ്ദിഖും അങ്ങനെ ഒരു ഗ്യാങ്, ഇപ്പുറത്ത് സുരാജും അങ്ങനെ വേറൊരു ഗ്യാങ്. ഇവര് അവരുടെ ചിയർ ബോയ്സ് ആണ്, ചിയർ ലീഡേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ഫൈറ്റിനിടയിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യണം. അതാണ് അണ്ണൻ തമ്പി എന്ന് പറയുന്ന സംഭവം. എല്ലാ പാട്ടുകളിലും ഇങ്ങനെ ഒരു ഹുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഹുക്ക് ഓൾസോ റിലേറ്റഡ് ടു ദ മൂവി, കണക്ട് ചെയ്തൊരു ഒരു ഹുക്ക് ആയിരിക്കുക. പിന്നെ അത് ആളുകൾക്ക് എവിടേക്കോ ഈസിലി റിലേറ്റബിൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ വരിക എന്നുള്ളൊരു സാധനമുണ്ട്. അത് എപ്പോഴാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അത് കുത്തി കയറിക്കോളും, കൊണ്ട് കയറിക്കോളും. ഇപ്പൊ 2007, 2008 ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് ബ്രേക്ക് കിട്ടിയ ഒരു സമയമായിരുന്നു. പിന്നെ ഓരോ വർഷം എടുക്കുമ്പോ ഒരു സിനിമ, 2 സിനിമ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ചു കാലം എവിടെയും കണ്ടില്ല. പിന്നെ എസ്ര വന്നു, അതില് ലൈലാഗമേ എന്നുള്ള ഒരു പാട്ട് വന്നു. പിന്നെ വീണ്ടും ചെറിയൊരു ബ്രേക്ക് എടുത്തു. എവിടെയാണ് താങ്കൾ ബ്രേക്ക് എടുത്തിട്ട് പോയത്? ഞാൻ പഠിക്കാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ് ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക്കിൽ. അത് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാനിത് കുറെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വലിയ പരത്തി പറയുന്നില്ല, പെട്ടെന്ന് പറയാം. അത് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഐ വാണ്ടഡ് ടു സ്റ്റഡി ഫിലിം സ്കോറിംഗ് ആൻഡ് കണ്ടക്ടിങ്. അതിന്റെ ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് പഠിക്കേണ്ട അടുത്ത് തന്നെ പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ബ്രേക്കിനൊക്കെ ഉപരി ഐ വാസ് പ്രോബബ്ലി തിങ്കിങ് ചിലപ്പോൾ ഇതിന് ശേഷം ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലാണ് ലിറ്ററലി ഞാൻ പോയത്. ഒരു പക്ഷെ വരേണ്ടി വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ എനിക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇഷ്ടമുള്ള കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടകത്തിലല്ല ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്പേസിൽ ഐ ഹാവ് ഡൺ ഇനഫ് എന്ന് എനിക്ക് അപ്പം തോന്നി. അപ്പൊ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും ഐ വാസ് ഫൈൻ ആക്ച്വലി. ഞാനത് ഓക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷെ അത് പിന്നീട് മരക്കാറ് സംഭവിച്ചു. അങ്ങനെയാണ് അത് തിരിച്ചു വരിക എന്നുള്ളൊരു തോട്ടിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ ആ ഗ്രൂപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചെയ്ത പോലെ അവർ US-ലേക്ക്, ലോസ് ആഞ്ചലസിലേക്ക് എല്ലാവരും മിക്കവരും ഷിഫ്റ്റ് ആവും. എന്നിട്ട് അവിടെ ഏതെങ്കിലും സ്റ്റുഡിയോസിലേക്ക് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും കുറച്ച് നാൾ. പിന്നെ പതുക്കെ ഇൻഡിപെൻഡന്റ് അങ്ങനെയൊക്കെയുള്ള വേറൊരു പ്രോസസ്സിലേക്ക് പോയാണ്. ബട്ട് ഇറ്റ് ഇസ് അഗെയിൻ നമ്മൾ വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്ന പോലെ തന്നെയാണ്. അവിടെ ആരും ഒന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ അവിടെ പോയിട്ട് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ജോലി കോഫി മേക്കർ ആയിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്യേണ്ടി വരും പക്ഷേ അല്ലേ. അപ്പോൾ ഐ വാസ് റെഡി ഫോർ ഓൾ ദാറ്റ്. ഐ വാസ് ഫൈൻ. അത് ചിലപ്പോൾ നമ്മളെപ്പോഴും ഈ അഡ്വഞ്ചേഴ്സിന് വേണ്ടി ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടായിട്ടുള്ള ഏറ്റവും നമ്മൾ സുഖമായിട്ടിരിക്കുന്ന സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ടിരിക്കും. അവിടെ അങ്ങ് അടിഞ്ഞു പോവുള്ളൂ. നമ്മൾ ഇരുന്നങ്ങ് അമങ്ങി അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത പോലെ ഇപ്പം. ബിക്കോസ് വി ആർ കംഫർട്ടബിൾ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്, ലൈക്ക് വെൻ വി കാൺട്ട് സ്ലീപ്പ് ബിക്കോസ് വി ഹാവിൻറ്റ് അക്കംപ്ലിഷ്ഡ് വാട്ട് വി വാണ്ട്, അവിടെയാണ് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ആഫ്റ്റർ ഒരു ആളുകൾ ഉറങ്ങുന്ന ഒരു സമയത്തിന് ശേഷം ഐ വിൽ ഓൾവേസ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് സ്റ്റഡിങ്. അത് എല്ലാ ദിവസവും എവറി ഡേ, ഈവൻ ടുഡേ. ഇന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ കൂടുതൽ വർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകും. എന്നാൽ പോലും അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതൊന്നും അല്ലാത്ത എൻ്റെ എന്തിനാണോ 2-3 മണിക്കൂർ മാറ്റിയെന്ന് നമ്മൾ ഒരു ക്ലയന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ ദിസ് ഇസ് ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ മൈസെൽഫ്. നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയും ദിസ് ഇസ് വാട്ട് ഈസ് പുട്ടിങ് മീ ടുഗദർ, അല്ലെ കീപ്പിംഗ് മീ ഇൻടാക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മളുടെ മറ്റു കാര്യങ്ങളേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ്. ഇപ്പം ചിലപ്പോൾ ചില ഫ്രണ്ട്സ് വന്നിട്ട് ചേട്ടാ നമുക്ക് പുറത്തു പോകാം, അവിടെ പോയി കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി അവിടെ നിങ്ങൾ എന്നെ നശിപ്പിക്കരുത്, നിങ്ങൾ പൊക്കോ, ഞാനില്ല. അപ്പം ചില സമയത്ത് ഐ മൈറ്റ് ബി വെരി ബോറിങ്. പക്ഷെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഐ വിൽ ചിൽ വിത്ത് ദം, ഐ വിൽ ബി ദ സെന്റർ ഓഫ് എവറിത്തിങ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഐ നീഡ് ദാറ്റ് ലിറ്റിൽ സ്പേസ് വേർ ഐ എം ജസ്റ്റ് ലെഫ്റ്റ് വിത്ത് മൈസെൽഫ്, ജസ്റ്റ് ഡൂയിങ് മൈ തിങ്. അല്ലെങ്കിൽ മേ ബി റീഡിങ് സംതിങ്, ഒന്നുമില്ലായിരിക്കില്ല. അല്ലെങ്കിൽ വല്ല യൂട്യൂബിൽ ഇന്റർവ്യൂസ് കാണല്, അങ്ങനെയൊക്കെ ചെയ്യും. ദിസ് ഇസ് വാട്ട് ഐ ലേൺ. നമ്മൾ പഠിക്കുന്നതും അബ്സോർബ് ചെയ്യുന്നതൊക്കെ അതിൽ നിന്നാണ്. ഇപ്പൊ ലൈലാഗമേ എന്നുള്ളൊരു സോങ് വന്നല്ലോ. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ഒന്നുമില്ല, ഈ ഫേസ്ബുക്ക് ആ ഒരു സംഭവം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു സോങ് എല്ലാവരുടെ ഒരു പ്ലേലിസ്റ്റില് ഉണ്ടായ ഒരു പാട്ടാണ്. ഈവൻ ഹേമന്തമാണ് ഓവർനൈറ്റ് ഹിറ്റ് എന്ന് പറയാം. പക്ഷെ ആ ഓവർനൈറ്റ് ഹിറ്റ് എന്താണെന്നറിയോ, 1.5 ലക്ഷം വ്യൂ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇപ്പൊ ഈ ഓവർനൈറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ എങ്കിലും വേണം. അതാണ് വ്യത്യാസം. അതെ. അപ്പൊ അതിനുശേഷം പിന്നെ ആ ഒരു രീതിയിലൊരു റൊമാൻറ്റിക് പാട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടുകൾ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത് തുടരുമില്
ടൈറ്റിൽ സോങ് ആണ്. പക്ഷേങ്കിൽ അതും ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു പുഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈലാകം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പാട്ട് മലയാള ഫിലിമില് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനത്തെ ഒരു പാട്ട് വീണ്ടും ഉണ്ടാവൂല. ഉണ്ടായിക്കൂടെ? ഇറ്റ്സ് ഓൾ അബൌട്ട് ദി സിറ്റുവേഷൻ. നമുക്ക് എപ്പോഴും വി ഓൾവേസ് വാണ്ട് ടു വർക്ക് വിത്ത് പീപ്പിൾ വി ലൈക്ക്. സിനിമ ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിനു മുമ്പ് അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളൊരു പാട്ട് ചെയ്തു, അത് ഹിറ്റായി, ഉടനെ എല്ലാവരും വിളിക്കും, അല്ലെങ്കിൽ അത് കേട്ടിട്ട് പീപ്പിൾ വിൽ വാണ്ട് ടു വർക്ക് വിത്ത് യു. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് ഇൻ സിനിമ. പീപ്പിൾ വാണ്ട് ടു വർക്ക് വിത്ത് പീപ്പിൾ ദേ ലൈക്ക്. നമ്മുടെ ഗ്രൂപ്പിലുള്ള മച്ചാനെ നമുക്ക് ഉടനെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സിനിമ നടക്കുന്നത്. അപ്പൊ അത് ആ ഒരു റിയലൈസേഷൻ വാസ് മച്ച് ലേറ്റർ ഫോർ മീ. അപ്പൊ എനിക്ക് എൻ്റെ കൂടെ വൈബ് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ, ഇപ്പൊ എൻ്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ പിള്ളേരാണ് എല്ലാം. ഒരു എനിക്ക് 25-35 ഇടയിലുള്ള പിള്ളേരാണ് എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മുഴുവൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ഏജ് റേഞ്ചിലാണ്. അപ്പൊ ഐ ആം ഫീലിംഗ് മൈസെൽഫ് ദാറ്റ് ഐ ആം വിത്ത് ദം, അല്ലെങ്കിൽ ദേ ആർ ഫീലിംഗ് ദാറ്റ് ഐ ആം വിത്ത് ദം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂടി ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വി വിൽ ഓൾവേസ് ക്രിയേറ്റ് ന്യൂ തിങ്സ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി സെക്കൻഡ് നേച്ചർ. അത് വരും. അങ്ങനത്തെ സിനിമ സംഭവിക്കും, അങ്ങനത്തെ പാട്ട് സംഭവിക്കും. പ്രേക്ഷകർ ഒന്നടക്കം പറയുന്ന ഒരു കാര്യമാണ് രാഹുൽ രാജ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ എല്ലാരും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ഛോട്ടാ മുംബൈ ഇറങ്ങിയ സമയത്ത് താങ്കളെ വീണ്ടും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത്ര അങ്ങോട്ട് ഒരു സെലിബ്രേറ്റ് രാഹുൽ രാജ് ഛോട്ടാ മുംബൈ വാസ് ഓക്കെ എന്നൊക്കെ എഴുതിയാൽ റിവ്യൂസ് കണ്ട് ഹൃദയം തകർന്നിട്ടുണ്ട് ഞാൻ. ലിറ്ററലി നമ്മൾ സിനിമ ചെയ്യണതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഐ വാസ് ലുക്കിംഗ് ഫോർ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, ഏറ്റവും നല്ല ഔട്ട്പുട്ട്, ആളുകളെ ഞെട്ടിക്കണം, അത്ര കിടിലൻ ഔട്ട് വരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്തിട്ട് നമ്മൾ ചാടി കയറി റിവ്യൂസ് നോക്കുമ്പോൾ ആ മ്യൂസിക് വാസ് ഓക്കെ, ആവറേജ് എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഹൃദയം തകർന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു മറുപടി ഇപ്പോ പ്രകൃതി തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് ഇന്ന മോനെ പിടിച്ചോ, നീ കുറച്ച് നാൾ യു വെയിറ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു ലിസണർ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേക്കർ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ 500 വർഷത്തേക്കുള്ളത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ രാഹുൽ രാജും അത്രയും വർഷങ്ങൾക്ക് വേണ്ടിയുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലൊക്കെ പറയല്ലേ മോളെ എന്ന് തോന്നില്ല. വർഷത്തേക്ക് ചെയ്തിട്ടില്ല, ഒരു 50 വർഷം. അല്ല, ആളുകളുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം, അതൊരു വലിയൊരു സന്തോഷമാണ്. അത്തരം സിനിമകളിൽ അത് ഉണ്ടാക്കിയ സമയത്ത് ആ മേക്കേഴ്സിന് എന്നെ വിളിക്കാൻ തോന്നിയതും അതിന് ഒപ്പം ചേർക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ എസ്ര ഫിലിം, ആക്ച്വലി സുഷിനാണ് എന്റെ മ്യൂസിക് ഡയറക്ടർ, സുഷിൻ ശ്യാമാണ്. അപ്പോ അമലാണ് എന്നെ ആ പാട്ടിലേക്ക്, ഈ ലൈലാഗമേ പാട്ട് ഈ രാഹുലിന്റെ അടുത്ത് ചെന്നാൽ റൊമാൻറ്റിക് പാട്ടുകൾ ഉണ്ടാക്കാൻ വിദഗ്ധനാണ് എന്ന് JK അടുത്ത് പറയണം. അപ്പൊ JK എന്നെ വിളിക്കുന്നത്, ഞാൻ അമൽ നമ്പർ തന്നിട്ടാണ് വിളിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് മഹാരാജ് പഠിച്ചാണ്, ഒരു സിനിമയുടെ ഒരു പാട്ടിന്റെ കാര്യത്തിന് വേണ്ടിയാണ് കാണട്ടെ. അങ്ങനെയാണ് ഞാൻ ലൈലാഗമേ എന്ന് പറഞ്ഞ പാട്ടായിട്ട് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് 10 minutes ഐ എം നോട്ട് പാർട്ട് ഓഫ് എസ്ര. പക്ഷെ ബട്ട് ദാറ്റ് ലൈലാഗമേ ബിക്കെയിം പ്രോബബ്ലി മൈ ബിഗസ്റ്റ് മ്യൂസിക്കൽ ഹിറ്റ് ആ പാട്ട് എന്നുള്ള രീതിയിൽ. അത് അങ്ങനെ അവർക്ക് എന്നെ വിളിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് ആ പാട്ടുണ്ടാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ കോഹിനൂറിൽ എന്നെ വിളിക്കണം. അപ്പോൾ എവ്രിബഡി ഹാസ് ചോയ്സസ്. ഇപ്പൊ നമ്മള് പീപ്പിൾ ആർ സറൗണ്ടഡ് ബൈ ചോയ്സസ്, ഫ്ലഡഡ് ബൈ ചോയ്സസ് എന്ന് പറയാം അല്ലേ. ഇന്ന ആള് വേണമെന്നൊന്നും ഇല്ല ബേസിക്കലി. അപ്പോൾ ഇഫ് ദേ ഫെൽറ്റ് ലൈക്ക് ദേ വോണ്ട് ടു വർക്ക് വിത്ത് മീ, ഐ വോണ്ട് ടു ഗിവ് മൈ എൻറ്റയർ കോർ ഇൻ ടു ദാറ്റ് എന്നുള്ളതാണ്. അത് സംഭവിക്കും. ഇപ്പൊ എല്ലാ റൊമാൻറ്റിക് പാട്ടുകൾക്കും ചില പാട്ടുകൾ നന്നായിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു സീൻ വൈസ് നന്നാവുന്നില്ല. പക്ഷെ താങ്കളുടെ എല്ലാ റൊമാൻറ്റിക് പാട്ടുകൾക്കും ഇപ്പൊ ലൈലാഗമായ പോലും ബെസ്റ്റ് സീൻസ്, ബെസ്റ്റ് റൊമാൻറ്റിക് സീൻസ് ആണ്. വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. അതൊരു ഭാഗ്യത്തിന് ഒത്തു വന്നതാണ് ലിറ്ററലി. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. അത് ആളുകൾക്കല്ല, മറ്റ് മ്യൂസീഷ്യൻസിനും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മൾ ഒത്തിരി ഇമാജിനേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളൊരു ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് റീഡിങ് എ ബുക്ക്. നമ്മളൊരു ബുക്ക് വായിക്കുന്ന ഓരോ ആളുകളും അതിനൊരു വായന കണ്ടെത്തും. ഓരോ ആളുകളുടെ മനസ്സിലൊരു ലോകം വേറെ രീതിയിലാണ്. നമ്മൾ സെയിം ബുക്ക് വായിച്ചാൽ പോലും നമ്മുടെ മനസ്സിലുള്ള ആ ലോകം ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞ പോലെ പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ, വിഷ്വലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ പ്രശ്നങ്ങളുടെ നടുക്ക്, ബഡ്ജറ്റിന്റെ ഇഷ്യൂസ്, അന്നത്തെ ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ, അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എല്ലാം കൂടെ മഴ പെയ്താൽ പോലും മാറിപ്പോകും.
അവിടെ ബഡ്ജറ്റ് മാറും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കൺസേൺസിന്റെ അകത്തുനിന്ന് അവർ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അവസാനം ഇത് നന്നാകുക എന്നുള്ളതൊരു ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ ക്യാമറ വർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ അസോസിയേറ്റിന്റെ ഓടി നടന്നുള്ള പണിയെടുക്കല്, അല്ലെങ്കിൽ ഇല്ലേ എഡിറ്റർ, ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ആ പാട്ട്. പക്ഷെ അവസാനം ദ ക്രെഡിറ്റ് സ്റ്റിൽ കംസ് ടു ദ കമ്പോസർ വെൻ ദ സോങ് കംസ് ഔട്ട്. അപ്പൊ ഫോർ മീ ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദീസ് പീപ്പിൾ ഹൂസ് ബിഹൈൻഡ് ദിസ്. അതല്ലാണ്ട് ഇങ്ങനെ വരില്ലല്ലോ. നല്ല വിഷ്വൽ വന്നാൽ മാത്രമേ പാട്ട്, അല്ലെങ്കിൽ നല്ല സിനിമയിൽ പ്ലേസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ആ സിനിമ എഴുതിയ ആളില്ലേ, എഴുതുന്ന സമയത്ത് അയാൾ വിചാരിച്ചു ഇവിടെ നമുക്കൊരു പാട്ട് വെക്കാം എന്ന് അയാൾ അന്ന് തീരുമാനിച്ച അടിവരെ ഇട്ടതുകൊണ്ടാണ് അവിടെ ഒരു പാട്ടുണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പൊ യു ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ഒരു, എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത ആളുകളോടൊക്കെ പറയാറുള്ള ഒരു ഉറുമ്പിന്റെ പോലും ഒരു നമുക്കൊരു കൃപ നമുക്ക് വേണം. ചില സമയത്ത് നമ്മൾ നിസാരമെന്ന് തോന്നുന്ന ഒരു ഓർഗാനിസത്തിന്റെ പോലും കൃപ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ പാട്ട് വിജയിച്ചു എന്ന് പറഞ്ഞാലും ഐ ബിലീവ് ഇറ്റ് ഈസ് എ ക്യൂമുലേറ്റീവ് എഫേർട്ട് ഓഫ് എവറിബഡി ഹൂസ് ഇൻവോൾവ്. ഈ തല എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിലാണെങ്കിൽ കോസ്റ്റ്യൂംസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഭാവന വന്നിട്ട് ഒരു ചുരിദാർ എന്തോ ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ് ഇടുന്നു, അതിന്റെ മുകളിൽ ഒരു ഷോൾ ഇടുന്നു. ആരും വിചാരിക്കുന്നില്ലേ ഇതിന്റെ ഒരു ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഷോൾ ഇട്ടിട്ട് മൈക്കൊക്കെ പിടിച്ച് പാടുന്നു. ആണ് ഇപ്പൊ ലാലേട്ടന്റെ ഷർട്ട് 150 രൂപയുടെ ഷർട്ട്സ് ആണെന്നാണ് ഞാൻ രാജുവേട്ടൻ പറഞ്ഞു കേട്ടത്. 150 രൂപയുടെ ഷർട്ട്. അപ്പോൾ ബട്ട് ഇറ്റ് ഈസ് സോ സ്റ്റൈലിഷ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്, പക്ഷെ അത് ഹൗ വെൽ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മൂവി. ആ ക്യാരക്ടേഴ്സിന് അത് എത്ര ചേർന്നു, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കിയിട്ടാണ് അല്ലേ. അതല്ലാണ്ട് ഇപ്പൊ പണ്ടൊക്കെ ചില സിനിമകളിൽ കാണുന്നത് തൊഴിലില്ലാത്ത ആളുകളൊക്കെയാണ്, പക്ഷെ കിഡിലൻ ജീൻസും ഇൻ ചെയ്ത സാധനങ്ങളും ഏതൊക്കെയോ ഒരു ചോയ്സ് എടുത്ത് ചെയ്ത പോലെ നമുക്ക് തോന്നും. അവിടെ ഒരു എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് ഇവര് പൊളി പിള്ളേരാണ്, ഇവര് കഷ്ടപ്പെടുക, ഇവർ അടിച്ചു പൊളിച്ച് നടക്കുന്നവരാണ്. എന്നാൽ പോലും ഇവരുടെ ക്ലോത്ത്സ് ഡ്രസ്സ് കണ്ടാ അറിയാം ഇത് അവരുടെ ഒരു ഫാഷൻ സെൻസിൽ നിന്ന് വന്നൊരു സാധനം, അല്ലാണ്ട് വലിയ വിലയുള്ള കാര്യങ്ങളൊന്നും അല്ല. ബട്ട് ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട്. ആ കളർഫുൾ ആയിട്ടുള്ള അഴകപ്പൻ സാറിന്റെ ക്യാമറ, ആ ക്യാമറ വർക്ക് വാസ് ബ്രില്യൻറ്റ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ഈ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ വരുമ്പോ ഇപ്പൊ നമ്മൾ പറയുന്ന വെക്കുന്നുണ്ട് ഈ റൈറ്റ്സ് സിനിമയുടെ വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതെ, പാട്ടിന്റെ റൈറ്റ്സ് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഇളയരാജയുടെ ഒരുപാട്, രാധേശ്വരന്റെ ഒരുപാട് സീൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ ഈ സോങ്സിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങണം ആഗ്രഹിക്കുന്ന പുതുതലമുറ ഉണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്? പഴയ പാട്ടുകൾക്ക് എപ്പോഴും മോസ്റ്റ്ലി ദ റൈറ്റ്സ് ഗോസ് ടു ചില കമ്പനീസിന്റെ കയ്യിലാണ് റൈറ്റ് ഇരിക്കുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യുക, ദേ വിൽ ഓൾവേസ് കോട്ട് സർട്ടൻ പ്രൈസ്. അത് ഓക്കെ ആണെങ്കിൽ അത് വർക്ക്ഔട്ട് ആവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇത് ചെയ്ത സമയത്ത് അർജുനൻ മാഷിനോടും ശ്രീകുമാരൻ തമ്പി സാറിനോടും നമ്മുടെ രാജുവേട്ടൻ കണക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബട്ട് അതിന് ഒരു ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഇനീഷ്യലി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് സോർട്ടഡ് ആയി എന്നുള്ളതാണ്. ബട്ട് എന്നാൽ പോലും നമുക്ക് ഇത്ര നേരത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്നൊക്കെ ഉള്ളൊരു നിഷ്കർഷ ഐ തിങ്ക് there was something like that from the company side. അതൊരു റീസൺ ആണ് ആ പാട്ട് 1 മിനിറ്റ് ആയിരുന്നുള്ളത്. എന്റെ ഓർമ്മ ശരിയാണ്. ഇഫ് ഐ എം റോങ് എനിബഡി കറക്റ്റ് മീ. ബട്ട് എന്റെ ഓർമ്മ അതാണ്. ഒരു എത്രയോ ഒരു ടൈം ലിമിറ്റ് ആ സമയത്ത് അതുകൊണ്ട് കൂടെ കൊണ്ടാണ്. പിന്നെ ഒരു പക്ഷേ ഓഫ് കോഴ്സ് ആ പാട്ട് ഫുൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ്. ഷോർട്ട് വാസ് ഡൺ ഇൻ എ വെരി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ബഡ്ജറ്റ്. അത് പ്രൊഡക്ഷനിൽ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ചെയ്തൊരു സിനിമയാണ്. കിടിലനായിട്ട് ഇപ്പൊ ലാലേട്ടൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവർ പിടിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ചെയ്തൊരു പരിപാടി. അത് അതിന്റെ ഭാഗം കൂടി ആയിരിക്കും ഈ ഒരു ക്യുമുലേറ്റീവ് ഡിസിഷന്റെ പുറകിൽ. അതെ, ഈ നൊമ്പരം കളയും നാദം നീ എന്ന് പറഞ്ഞിട്ട് സംഗീത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറാണ്, അമൃതയിലെ വിന്നർ ആയിട്ടുള്ള ഒരു സിംഗറാണ് അത് പാടിയത്. അപ്പൊ വേറൊരു പാട്ട് പാടാനായിരുന്നു പുള്ളിനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ പുള്ളിയുടെ വോയിസ് ചിലപ്പോ അതിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടില് താങ്കളാണ് ചേർത്ത് പിടിച്ച് ഈ ഒരു മ്യൂസിക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു സമയത്തെ ഈ ഒരു എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിക്കരുത്, എല്ലാരും അത് ഞാൻ എല്ലാ കാലത്തും ചിന്തിക്കാറുള്ളതാണ്. നമ്മുടെ മനസ്സ് പലരും വിഷമിപ്പിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കാര്യം, ഈ സംബഡി ഈസ് ഗോയിങ് ടു ബി അഫക്റ്റഡ് ബൈ സംതിങ്, അത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഇതിന് കാര്യമില്ലല്ലോ. ഒരാളൊരു കുറെ സ്വപ്നങ്ങളായിട്ട് സിനിമയിലേക്ക് വരുന്നു, അയാൾക്കൊരു ആദ്യമായിട്ടൊരു അവസരം, ഒരു വലിയൊരു ഒരു റിയാലിറ്റി ഷോ വിക്ടറിക്ക് ശേഷം ഒരു ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദെയർ ലൈഫ്. അത് പാടാൻ വരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു പക്ഷേ ഇത് എടുക്കില്ലായിരിക്കും ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഞാൻ അന്ന് എടുത്ത ഡിസിഷനാണ്. ഞാൻ അവിടെ നിന്നിരുന്ന് അൻവറിനെ ഫോൺ ചെയ്ത് പറഞ്ഞു, അൻവർ ഇങ്ങനൊരു, അപ്പോൾ അൻവർ ഉണ്ടായിരുന്നില്ല അന്ന് റെക്കോർഡിങ്ങിന്. ആ സമയത്ത് വേറെ എവിടെ എല്ലാം ഓട്ടമാണ് പ്രൊഡക്ഷന് വേണ്ടി, പ്രീ പ്രൊഡക്ഷനൊക്കെ വേണ്ടി എല്ലാവരും ബിസി പരിപാടികളാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആ നൊമ്പരം കളയും കൂടെ ആ പോർഷനും കൂടെ ഒന്ന് സംഗീതം കൂടെ പാടിക്കട്ടെ. അപ്പൊ അത് ആദ്യം ശങ്കർജീനെ കൊണ്ട് പാടിക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓക്കേടാ നീ പാടിച്ചു നോക്കും, നമുക്ക് എന്ന് നോക്കാമല്ലോ, എന്തായാലും ശങ്കർ മാധവൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പാടി വെച്ചോളൂ, നമുക്ക് എന്തായാലും നത്തിങ് ടു വറി. അപ്പൊ എന്റെ മനസ്സിൽ ഇതൊരു അവസരമാണല്ലോ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ സംഗീതം എടാ പോകാൻ വേണ്ടി റെഡിയായി. അപ്പൊ എടാ ഒരു 2 ലൈനും കൂടെ പാടാണ്ട്, വേറെ ഇനിയും 2 ലൈൻ. ഞാൻ പറയാം വേറെ പാട്ടാണ് നോക്ക്. അങ്ങനെ അപ്പൊ തന്നെ അവിടെ ആ പുറത്തെ റൂമിലിരുത്തി അത് പഠിപ്പിച്ചു, നേരെ സ്റ്റുഡിയോയിലോട്ട് കയറി അത് പാടി. പക്ഷെ ഇപ്പോൾ അതാണ് സംഗീതത്തിന് എനിക്ക് തോന്നുന്നു ഇനി ഒരു ഐ എം ഷുവർ ഹി വിൽ ഗെറ്റ് എ ന്യൂ ലൈഫ് വിത്ത് ദിസ് ചോട്ടാ മുംബൈ റീ റിലീസ്. അപ്പൊ അതിന് കാരണം ഈ നൊമ്പരം കളയുന്നത് തന്നെ ആയിരിക്കും. അതൊരു ഡിസിഷൻ ഉൾപ്പെടെ അതൊരു ഇൻറ്റ്യൂഷൻ ആയിരുന്നു. ഐ ഫെൽറ്റ് ഹി സിംഗിങ് വെരി വെൽ. അപ്പൊ ഒരു പോർഷനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ മറ്റേ പാട്ട് കട്ട് ചെയ്താലും അവന് അത്ര സങ്കടം ഉണ്ടാകുമായിരിക്കും, പക്ഷെ സങ്കടത്തിന്റെ റേഞ്ച് ഇത്തിരി കുറയും, അത്രേ ഉള്ളൂ. തമിഴിലൊക്കെ ഇനി വേറെ ഇന്റർവ്യൂസ് ഉണ്ട്, എല്ലാം കൂടി ഇവിടെ തരാൻ പറ്റും. ഇപ്പൊ തമിഴിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ അനിരുദ്ധൊക്കെ ഉണ്ട്, പുള്ളി ഇപ്പൊ തമിഴ് വിട്ട് വേറൊരു ഭാഷയിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ താങ്കൾ വേറെ ഭാഷകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഇൻക്ലൂസീവ് ആവുന്ന പോലെയുണ്ട് ഒരു മ്യൂസിക് ഫീൽഡ്, ചുരുക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ ഭാഷാപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടോ വേറൊരു ഭാഷയിൽ പോയി ചെയ്യുന്നതിന്? അങ്ങനെയൊന്നുമില്ല, ഇല്ല, ഒരു ലിമിറ്റേഷൻ. മ്യൂസിക് ഈസ് ഓൾവേസ് മ്യൂസിക്. നമുക്ക് എപ്പോഴും ഭാഷ പറഞ്ഞു തരാൻ ആളുണ്ടാവും, അല്ലെ ലിറിക് റൈറ്റർ വിൽ ഓൾവേസ് ബി വിത്ത് യു, അതിനെ ഗൈഡ് ചെയ്യാനും ഒക്കെ. നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമ സ്കോർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, ബിക്കോസ് യു ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഇസ് ഇമോഷൻ. അപ്പൊ നമ്മുടെ ചില ഹ്യൂമറിന് വേറെ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല, നമുക്ക് മാത്രം മനസ്സിലാവുന്ന. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിനിമയുടെ ഇടയിൽ ഒരാൾ പവനായി ശവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെലുങ്കൻ ഇതെന്താണ് ഈ പറയുന്നത്, ഇതെന്തിന് ഇത്രയും പേര് ചിരിക്കുന്നെന്ന് വിചാരിക്കും. ബട്ട് വി നോ വാട്ട് ഇറ്റ് ഈസ്. അതിന് പിന്നിൽ ഒരു കഥയും അതിന് പിന്നിൽ വേറെ കഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ പോപ്പ് കൾച്ചർ റെഫറൻസും ആ ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടില്ല അൺലെസ് ദേ ഹെൽപ്പ് വിത്ത് ദാറ്റ്. അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ്, അല്ലാണ്ട് ലിമിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ പീപ്പിൾ ഓൾവേസ് വാണ്ട് കമ്പോസേഴ്സ് ഹു ക്യാൻ അല്ലെങ്കിൽ ഹു ക്യാൻ ഡീൽ വിത്ത് ദർ ലാംഗ്വേജ്. എസ്പെഷ്യലി തെലുഗു ഒക്കെ അവർ ദേ ആർ വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് ദർ ഭാഷ. ഭാഷയോടെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ലിറിക്സിന്റെ ഒരു ചെറിയ ന്യൂവാൻസ് പോലും മാറാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ മലയാളം വെരി ഫ്ലെക്സിബിൾ ആണ്. കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡയലക്ട്സ് ഉണ്ട്. നോർത്ത് കേരളയിൽ ഒരെണ്ണം, നോർത്ത് കേരളയിൽ തന്നെ പലതുണ്ട്. കോഴിക്കോട് ഒരെണ്ണം, കണ്ണൂർ ഒരെണ്ണം, കാസർഗോഡ് മറ്റൊന്ന്, തൃശ്ശൂർ വേറെ, എറണാകുളം വേറെ, കോട്ടയം വേറെ, തിരുവനന്തപുരം വേറെ, കൊല്ലം വേറെ ഇല്ലേ. അപ്പോൾ അത്രയും ഡയലക്ട്സ് ഉണ്ടെങ്കിൽ മലയാളി ഈസ് വെരി അക്കോമഡേറ്റീവ് ബേസിക്കലി. നമ്മുടെ ഭാഷ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പുതിയ വാക്കുകൾ വരുന്നു. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലിറിക്സ് റൈറ്റേഴ്സ് ഒക്കെ കിടുവാണ്ട്, ഒരു രക്ഷയില്ല. കാരണം വാട്ട് ദേ റൈറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വേൾഡ്. കാരണം നമ്മൾ ഒരിക്കലും ഏറ്റവും സിമ്പിൾ എന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പാട്ടിൽ ഫീച്ചർ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ മോസ്റ്റ് കോമൺ ആണ്. അപ്പൊ അത്തരം ഒരു റിലാക്സേഷനും അക്കോമഡേറ്റീവ് ആയിട്ടുള്ളൊരു ഭാഷയാണ് മലയാളം. ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും ആളുകൾ അങ്ങനെ ഈ ഗേറ്റ് കീപ്പിംഗ് ഇച്ചിരി കുറവാണ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഭാഷയുടെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നം പീപ്പിൾ ക്യാൻ അഡാപ്റ്റ് ഇൻ ദെയർ ഓൺ വേ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് രാഹുൽ രാജിന്റെ ഒരു കംബാക്ക്, ഒരു റീ എൻട്രി കാണാൻ. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോയി, ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സി വാട്ട് ഐ സെഡ് ഇസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൂവീസ്. നമ്മുടെ സിനിമ മെയിൻ സ്ട്രീം പ്രേക്ഷകന്റെ അടുത്തേക്ക് എത്ര രീതിയിൽ എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതിലെ ബാക്കി എല്ലാ അതിലെ കൊറിയോഗ്രാഫറിന്റെ വർക്കാണെങ്കിലും അല്ലെ, സംഗീത സംവിധായകന്റെ വർക്കാണെങ്കിലും ആർട്ട് ഡയറക്ടറിന്റെ വർക്കാണെങ്കിലും അത്രയും ആളുകളുടെ വർക്ക് അവിടെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ആ സിനിമ അത്രയും ആളുകളിലേക്ക് കയറി ചെയ്തുകൊണ്ട് അതിന്റെ ആർട്ട് ഡയറക്ടറുടെ വർക്കൊക്കെ ഇത്രയും സെലിബ്രേറ്റഡ് ആയത് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സിനിമ. ആ സിനിമ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഓൾ മ്യൂസിഷ്യൻസ് ഡ്രീം അബൌട്ട് ഫിലിംസ് ദാറ്റ് മാറ്റർ ടു ദ ഓഡിയൻസ്, കോമൺ ഓഡിയൻസ്. വേർ ഒരാളൊരു ഓഫീസിൽ വരുന്നു, രാവിലെ വരുന്നു, എടാ ഈ സിനിമ കണ്ടില്ലേ, അയ്യോ ഞാൻ ഇന്നും പോയി, ഞാനും മിനിഞ്ഞാന്ന് പോയി എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ആ ഒരു അവസ്ഥ ഇപ്പൊ ചോട്ടാ മുംബൈ റിലീസ് ലൈക് പീപ്പിൾ ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ലൈക്ക് നീ പോയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ, ലൈക്ക് യു ആർ ഗോയിങ് ടു മിസ് ഔട്ട് ഓൺ സംതിങ് എന്നുള്ളൊരു സാധനം. ലൈഫ് ടൈം സെലിബ്രേഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ വേറെ എന്താണ് കാണുക, ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു കാര്യം. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അത് അങ്ങനെയുള്ള സിനിമകള്
സംഭവിച്ചാലേ ഈ പറഞ്ഞാല് എല്ലാം അങ്ങനെ സംഭവിക്കില്ല. ഓഫ് കോഴ്സ് അത് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രഹേളികയാണ് അത്തരത്തിലുള്ള സിനിമ. എന്നാൽ പോലും ആളുകളിലേക്ക് എത്തുന്ന സിനിമകൾ ലൈക്ക് വേർ പീപ്പിൾ ലിസൺ ടു ഇറ്റ് ആൻഡ് ഓക്കെ ആൻഡ് ഓൾസോ ദ സോങ് വിച്ച് സ്യൂട്ട്സ് ദ മൂവി, ആ സിറ്റുവേഷനിൽ ആ പാട്ട് കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ. അതെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ ശരിക്കും ഒരു, പണ്ട് അങ്ങനെയല്ലല്ലോ പാട്ട് എന്ന് പറഞ്ഞ സ്റ്റാൻഡ് അലോൺ, ഞാൻ സിനിമാ സംഗീതത്തിന്റെ കാര്യമുണ്ട്, ഒരു സ്റ്റാൻഡ് അലോൺ എക്സിസ്റ്റൻസ് അതിനുണ്ടായിരുന്നു. അപ്പൊ സിനിമ ഒരിക്കലും നമ്മൾ അറിയണ പോലും, പക്ഷെ നമുക്ക് പാട്ടുകളൊക്കെ അറിയാം. പണ്ടത്തെ പാട്ടുകൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിലൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. സിനിമകളുടെ പേര് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. ബട്ട് വി നോ ദ സോങ്സ്. അതാണ് നമുക്കൊരു പാട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് ആഗ്രഹം. ഏതാണ് ആഗ്രഹം? ഏത് പാട്ടാണ്? ഏത് പാട്ട് പറഞ്ഞാലും പാടിത്തരൂ. നോക്കാം, ട്രൈ ചെയ്യാം. പുലരുമോ? പുലരുമോ രാവൊഴിയുമോ ഹരിതലതാവനിയിൽ, പുലരുമോ രാവൊഴിയുമോ ഹരിതലതാവനിയിൽ, ഒരു കനലെരിയുന്നതോ ഹിമകണമലിയുന്നതോ അകമേ കിനിയുമീറൻ തുഷാരം ഉറവായി പടരുകയായി ഇതാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ്. ആണോ? ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ ഒരു സോങ് ഉണ്ടായിട്ടില്ല. എന്തൊക്കെയോ ഒരു മാജിക് ആണ് ആ ഒരു സോങ്ങില്. അപ്പോ സംഭവിച്ചു. രാഹുൽ രാജ്, നിങ്ങളെ വീണ്ടും പ്രേക്ഷകർ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്കൾ ഇനിയും നല്ല ഒരുപാട് പാട്ടുകൾ ചെയ്യണം. മലയാള സിനിമയ്ക്ക് താങ്കളെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് തമാശകൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.